കഴിഞ്ഞ 2 ദിവസങ്ങളിലായി SFI കേരളത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വാദപ്രതിവാദം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവും. കേരളത്തിലെ MSF വർഗീയത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് 1-ാം നമ്പർ വർഗീയവാദിയാണെന്നും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ട് വെച്ച് സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിൽ വെച്ച് SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയെ തുടർന്ന് ഇന്നലെ വൻതോതിലുള്ള സൈബർ മീഡിയയിലുള്ള സംഘപരിവാർ ചാപ്പകുത്തലും ഇന്നലെ ദുർബലമായ ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായി. മനസ്സിലാക്കിയെടുത്തോളം MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലമായൊരു പ്രസ് മീറ്റ് നടത്തിയത് ഇപ്പോൾ അടുത്താണ് കാണുന്നത്. വാദങ്ങൾക്ക് അത്രമേൽ ശക്തിയില്ലാതെ, വാക്കുകൾ അത്രമേൽ മൂർച്ചയില്ലാതെ ദുർബലമായ പ്രതിരോധമായിരുന്നു MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തേ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലനായി? പ്രത്യേകിച്ച് MSFുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലായ വിമർശനം SFI മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ്? MSF ഇന്ന് വർഗീയ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദ സംഘടനയായി മാറിയിരിക്കുന്നു. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയായി ഇന്ന് പ്രവർത്തിക്കുന്നു. ഇതിനെ സാധൂകരിക്കാനുള്ള എല്ലാവിധ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്. അത് സാധൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ നിലയിലല്ല MSF സംസ്ഥാന പ്രസിഡന്റ് അതിനെ നേരിട്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത്രയും പൊളിറ്റിക്കലായി അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്ത ഞങ്ങളുടെ ആരോപണത്തെ, അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന ഞങ്ങളുടെ വർഗീയവാദ ആരോപണത്തെ അവർ നേരിട്ടത് തിരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെയോ ഉണ്ടായ ചില തിരിച്ചടികളുടെ ഭാഗമായി SFI വെറുതെ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും SFIക്കെതിരെ കുറേ സ്റ്റഡി ക്ലാസ്സുകളും ചില ഗിമ്മിക്കുകളും ചില ആക്ഷേപങ്ങളും ചില സറ്റയറുകളും മാത്രം നടത്തിക്കൊണ്ട് ഇന്നലെ MSF സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിലുടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വിമർശനത്തെ നേരാം വണ്ണം ഒന്ന് തുടാൻ, അതിനെ ഒന്ന് ഇഴകീറി പരിശോധിച്ച് അതിൽ യഥാർത്ഥ വണ്ണം ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല, ഞങ്ങൾ കേരളത്തിലെ ഒരു ക്യാമ്പസിലും മതവർഗീയവാദ നിലപാടിനോടൊപ്പം നിന്നിട്ടില്ല, ഞങ്ങൾക്ക് മതവർഗീയവാദ നിലപാടില്ല എന്ന് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ പ്രസ് മീറ്റിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ചില ആക്ഷേപങ്ങൾ SFIക്കെതിരെ മലപ്പുറം ജില്ലയിൽ 2 കോളേജുകളിൽ SFI ഏതോ ഒരു വർഷം ഇന്ന സംഘടനക്ക് ഇന്ന വർഗീയവാദികൾക്ക് കൂടെ നിന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചു. ഞാൻ അന്വേഷിച്ചു. ജെം കോളേജ് എന്ന കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ CFIയെ SFI വിജയിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. പച്ചക്കള്ളമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് SFI എടുത്തിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ SFI അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെയൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മുഴുനീള പ്രസ് മീറ്റിൽ കണ്ടിട്ടുള്ളത് അതിനിടയിൽ വന്ന ചില വാക്കുകളും ചില പരാമർശങ്ങളുമാണ്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞൊരു വാദം, MSF സംസ്ഥാന കമ്മിറ്റി ആവട്ടെ, MSF ആവട്ടെ, ഇന്നത്തെ അതിൻ്റെ പ്രസിഡന്റ് ആവട്ടെ, അവർ വർഗീയവാദ നിലപാട് ഉയർത്തുന്നു, വർഗീയവാദികളായിരിക്കുന്നു. അതിനുള്ള കാരണം അവർ ജമായത്ത് ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനും അവരുടെ സംഘടനയിൽ എല്ലാവിധ ഇടപെടലുകൾക്കുമുള്ള സ്ഥാനം കൊടുക്കുന്നു. അതിൻ്റെ നാക്കായി MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നു. ഇന്നലെ MSF പ്രസിഡന്റ് ഉപയോഗിച്ചൊരു വാക്ക് ഇടത് ഹിന്ദുത്വ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ കേരളത്തിൽ ആദ്യമായി കോയിൻ ചെയ്തത് ജമായത്ത് ഇസ്ലാമിയാണ്. ജമായത്ത് ഇസ്ലാമിയുടെ വാക്കാണ്. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ ചില വാക്കുകൾ, ഉത്തമ വരേണ്യനായ ഈ അഗ്രഹാരപുത്രൻ ശരീരത്തിൽ ലക്ഷണമൊത്ത സംഘി പെറ്റുകെടുപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ വാക്കുകളാണ്. ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇതേ വാക്ക് കേരളത്തിൽ
അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം. 2025 ജൂൺ മാസം 23-ന് നിലമ്പൂർ ഇലക്ഷന് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ സി ദാവൂദ് എന്നൊരാൾ ഉപയോഗിച്ച വാക്കാണ് ഏത്? ഈ പറഞ്ഞ ഇടത് ഹിന്ദുത്വ എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ഒന്നാമത്തെ നാക്കായിട്ടുള്ള സി ദാവൂദിന്റെ വാക്കുകളാണ് ഇന്ന് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ നാക്കിൽ നിന്ന് ഒഴുകുന്നത്. ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അദ്ദേഹം സമ്മതിച്ചത്? ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി ഇന്നവർ മാറിയിരിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങിയിരിക്കുന്നു. അതുമാത്രമാണോ? MSF സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ മുഴുവൻ പ്രസ് മീറ്റിന്റെ ഇടയിൽ വന്നൊരു ചെറിയ വാക്കുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം. ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയല്ല, അവരൊരു വർഗീയ സംഘടനയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ക്ലീൻ ചിറ്റാണ് കൊടുത്തത് MSF സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ ഒരു നിലപാടേ ഞങ്ങൾക്കില്ല. അതിന് സാധൂകരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസ് ഇതുവരെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. രാജ്യത്തിലെ RSSനെ വർഗീയവാദികളെന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസോ പട്ടാളോ അവരെ ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായാണോ? അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. RSS, ജമാഅത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. അതുകൊണ്ടാണ് അവർ വർഗീയവാദികളായത്. അവരെന്താണ്? അവർ വർഗീയവാദികളാണ്. അത് ഏതെങ്കിലും ഏജൻസി ഐഡന്റിഫൈ ചെയ്തതിന്റെ ഭാഗമായല്ല, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലാണ്, ഞങ്ങളുടെ ഇടപെടലാണ്. അതിന്റെ ഭാഗമായി ഞങ്ങൾ അവരെ തുറന്നു കാണിക്കുന്നതാണ്. ആ തുറന്നു കാണിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ MSFനെതിരെ ഞങ്ങൾ നടത്തിയ ആരോപണം അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിൽ തന്നെ തെളിഞ്ഞതാണ്. ആദ്യ 2 വാക്കിൽ തന്നെ തെളിഞ്ഞതാണ്. ഒന്ന് ഇടത് ഹിന്ദുത്വ, മറ്റൊന്ന് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ്. ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും മതരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആ മതരാഷ്ട്ര സങ്കല്പത്തിന് വേണ്ടി ക്യാമ്പസിൽ ഇന്ന് വിദ്യാർത്ഥികളെ വിഭജിക്കുകയാണ്. ആ നിലപാടിനൊപ്പമാണ്, അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് MSF ക്യാമ്പസിൽ ചെയ്യുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ എന്താ അവർ പറഞ്ഞത്? ദുർബലമായ ചില പ്രതിരോധങ്ങൾ. SFIക്ക് പേടിയാണ്. SFI തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിൻ്റെ ഭാഗമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ പരാജയപ്പെട്ടു പോലും. കാലിക്കറ്റ് സർവകലാശാലയിൽ എല്ലാ കൊല്ലവും ജയിക്കുന്ന സംഘടനയുടെ പേരൊന്നല്ല SFI. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം തോറ്റിട്ടുണ്ട്, അതിനു മുന്നും പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. അത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 100% രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. MSF വർഗീയവാദികൾ തന്നെ. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹ്വയാണ്, സി ദാവൂദിന്റെ ജിഹ്വയാണ്. അത് തെളിയിക്കപ്പെട്ടതല്ലേ? ഈ 2 കോയിൻ ചെയ്ത വാക്കുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. അദ്ദേഹം ക്ലീൻ ചിറ്റ് കൊടുത്തത് തന്നെ അതിന് ഉദാഹരണമാണ്. അതിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടാൻ എന്തൊക്കെ ആരോപണമാണ് നടത്തിയത്? അറബി കോളേജിൽ അറബി മാത്രമല്ല പഠിപ്പിക്കുന്നത്, തട്ടുംപുറത്തുള്ള കോളേജുകൾ എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായി സംസ്കൃതത്തിൽ സംസ്കൃതം മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. അറബി കോളേജുകളിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്. ഒരു കാര്യം MSFനോട് പറയാം, മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അട്ടിപ്പർ അവകാശമൊന്നും MSFനില്ല. അതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആ ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഇന്നലെ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വത്വവാദ രാഷ്ട്രീയക്കാരാണ്. അംബേദ്കറെ പോലെ, DMK പോലെ, ADMK പോലെ സ്വത്വവാദികളാണ്. ഇന്ത്യയിൽ RSSും BJPയും സ്വത്വവാദികളാണ്. ജമാഅത്ത് ഇസ്ലാമി സ്വത്വവാദികളാണ്. അവർ മതരാഷ്ട്ര സങ്കല്പം ഉയർത്തുന്നില്ല എന്ന് മാത്രമേ എന്തുള്ളൂ, MSFന്റെ ഭാഗത്തുനിന്ന് വ്യത്യാസമുള്ളൂ. എന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നുണ്ട്. അവരെ അംഗീകരിക്കാൻ MSFന് കഴിയുന്നുണ്ട്. അതിനർത്ഥം സമീകരിക്കപ്പെട്ട മതരാഷ്ട്രവാദ ചിന്തയിലേക്ക് അതിൻ്റെ അണികളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തെളിയിക്കപ്പെട്ടതാണ്. അത് ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥികളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ശക്തമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു അണുവിട ഞങ്ങൾ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് നിങ്ങൾ ഇനി എത്ര സംഘിച്ചാപ്പ അടിച്ചാലും അതിന് തയ്യാറാവില്ല. അതിന് പുറകോട്ട് പോകാൻ കഴിയില്ല. അതിന് ചരിത്രപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടു, EMSനെയൊക്കെ കോട്ട് ചെയ്തു, ചരിത്രപരമായ വിഷയങ്ങൾ പറഞ്ഞു. ചരിത്രപരമായ വിഷയങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ചരിത്രപരമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ധാരണയിലല്ല ഇന്ന് MSF പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ കൈവടിഞ്ഞിരിക്കുന്നു.
പൂർണ്ണമായും ഇവർക്ക് കീഴടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രയോഗങ്ങളാണ് ഈ ഉത്തമ വരേണ്യ, അഗ്രഹാര, പുത്രൻ എന്നൊക്കെ വിളിക്കാൻ തയ്യാറാവുന്നത്. നോക്കൂ, അഗ്രഹാരത്തിലെ പുത്രന്മാരൊക്കെ വർഗീയവാദികളാണോ? അഗ്രഹാര ബ്രാഹ്മണന്മാർ വർഗീയവാദികളാണോ? അങ്ങനെ ഒരു നിലപാടുണ്ടോ? എവിടുന്നാണ് ഇത്തരം ഒരു കോയിനേജ് ഉണ്ടാകുന്നത്? ഇങ്ങനൊരു പ്രയോഗം എവിടുന്നുണ്ടാകുന്നു? നമ്മൾ പരിശോധിക്കണ്ടേ? ഈ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് MSF-ൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റമാണ്. അത് ഇന്ന് സംഭവിച്ചതല്ല, 2017 തൊട്ട് ആരംഭിച്ചതാണ്. ഈ പറഞ്ഞ MSF-ന്റെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരിക്കെയാണ് പെട്ടെന്നൊരു നാൾ MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത്. MSF-ന്റെ അതുവരെയുള്ള പ്രവർത്തന ശൈലിയിൽ നിന്ന് തീർത്തും പാടെ മാറിക്കൊണ്ടാണ് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ MSF-ന്റെ പ്രവർത്തനം പിന്നീടുണ്ടാകുന്നത്. ആ പ്രവർത്തനത്തിൽ വന്ന കാതലായ മാറ്റത്തിന്റെ മുകളിലുള്ള വിലയിരുത്തലാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച വാദം. ആ വാദം MSF ശക്തമായി ഇന്ന് വർഗീയവാദ നിലപാടുകൾ ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനിയും വർഗീയവാദ നിലപാടുകളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് സംഘപരിവാറിനെ സഹായിക്കുന്നു. ശശികല എന്ന വിഷം തീണ്ടിയിട്ടുള്ള, അത്രമേൽ വിഷം വിളമ്പുന്ന ഒരു സ്ത്രീ ഞാൻ ഈ വിമർശനം നടത്തിയപ്പോൾ ഉടനെ അതിൽ ഓടിയിറങ്ങിയത് എന്തിൻ്റെ പേരിലാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പരസ്പരം വെള്ളവും വളവുമാകുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയവാദത്തിൻ്റെ മറ്റൊരു ഇടപെടലാണ്, അതിനെ സാധൂകരിക്കലാണ്. ഞങ്ങളുടെ ഈ വാദത്തെ ദുർബലപ്പെടുത്താനുള്ള അവരുടെ ഇടപെടലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈ കാലഘട്ടത്തിലെ MSF-ന്റെ രാഷ്ട്രീയ ഇടപെടൽ കൂടി നമുക്ക് ചർച്ചയാക്കണം. ഞങ്ങൾ നടത്തിയ രാഷ്ട്രീയപരമായ വിമർശനത്തെ രാഷ്ട്രീയപരമായി നേരിടാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ മാത്രം ചൊരിഞ്ഞ് നേരിട്ട MSF സംസ്ഥാന പ്രസിഡന്റിന്റെ കഴിഞ്ഞ കാലത്തിലെ ചില നിലപാടുകൾ നമുക്കൊന്ന് കാണണം. ഞാൻ നേരത്തെ പ്രധാനമായിട്ടും പറഞ്ഞുള്ള ഒരു കാര്യമാണ്, സംഘപരിവാർ വിരുദ്ധ സമരം ശക്തമായി നടക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ എവിടെയാണ് ഇവർക്കെതിരെയുള്ള സമരത്തിൽ MSF? യൂണിവേഴ്സിറ്റി കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഈ 9 വർഷത്തിന് മുകളിലായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലയളവിലും എവിടെയാണ് MSF സമരം നയിച്ചിട്ടുള്ളത്? NCERT പാഠപുസ്തകങ്ങളുടെ വിഷയം, അതിൽ പാഠഭാഗങ്ങൾ എടുത്തുമാറ്റിയത്, മുഗൾ ചരിത്രം ഉൾപ്പെടെ എടുത്തുമാറ്റിയതുമായി ബന്ധപ്പെട്ട് എന്താണ് MSF-യുടെ സമരത്തിന്റെ രീതി? എന്താണ് സമരം നടത്തിയിട്ടുള്ളത്? പുതിയ വിദ്യാഭ്യാസ നയം, എന്താണ് MSF-ന്റെ സമരം? പുതിയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് MSF നടത്തിയ സമരം എന്താ? ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മതധ്രുവീകരണത്തിനല്ലാതെ യഥാർത്ഥ കോർ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുക എന്നല്ലാതെ സംഘപരിവാർ വിമർശനത്തിന് തയ്യാറായോ? സംഘി വിസിയോട് കാലിക്കറ്റിൽ അവർ വിജയിച്ചു നിൽക്കുന്ന സർവകലാശാല VC, ആ VCയോട് നേർക്ക് നേർന്നൊരു സമരമുണ്ടോ? സേവാഭാരതിയോട് ആ പരിപാടിയിൽ പങ്കെടുത്ത് RSSനെ മാറ്റി നിർത്തേണ്ട സംഘടനയല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് കാലിക്കറ്റ് VC, കോൺഗ്രസിന്റെ നേതാവാണ്. അതിലിവര് സമരമുണ്ടോ? കാലിക്കറ്റ് VCയോട് സമരമില്ല, കണ്ണൂർ VCയോട് സമരമില്ല, കേരള VCയോട് സമരമില്ല, ആരോടും സമരമില്ല. സംഘപരിവാറിനോട് സമരത്തിലില്ല. നേർക്ക് നേരുണ്ടോ? സംഘപരിവാറിനോട് നേർക്കുനേർ പോരാട്ടത്തിലാണ് SFI. ആ ഞങ്ങളെ നോക്കി സംഘി എന്ന് വിളിച്ചാൽ കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. നേർക്കുനേർ പോരാട്ടമാണ്. ആ നേർക്കുനേർ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപമൊക്കെ ആക്കി നടത്ത്, ഒരു പ്രശ്നമില്ല, ആവും പോലെ നടത്തിക്കോ. പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അത് സംഘിച്ചാപ്പ അടിച്ചവണ്ണം ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഒരു കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കാൻ പോകുന്നില്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്നു ഇന്ന് SFIയോടൊപ്പം. അത് ഇവർക്കെതിരെയും മതനിരപേക്ഷ ബോധ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFI നടത്തുന്ന സമരത്തിന്റെ ഐക്യപ്പെടലിന്റെ ഭാഗമായാണ്. അങ്ങനെ വളർന്നു വന്ന സംഘടനയാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമരം നയിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 40 സഖാക്കൾ ജയിലിൽ കടന്നു. SFI സംഘപരിവാറിനെതിരെ സമരം നടത്തിയിട്ട്. MSF ജയിലിൽ പോയിട്ട് ഒരു സമരം നടത്തിയോ? ഒരു മരമെങ്കിലും നട്ടോ? സംഘപരിവാരത്തിന് ഒരു നിലപാട് പറഞ്ഞോ? ഈ കാലം അത്രയും ഇവരുടെയൊക്കെ പ്രസ്താവന നിങ്ങൾ നോക്കിയാൽ ഇടതുവിരുദ്ധമായിട്ടുള്ള ഒരു ബോധം ഉയർത്തിപ്പിടിക്കുക എന്നല്ലാതെ ഒരു ഘട്ടത്തിൽ പോലും ഒരു പൊളിറ്റിക്കലായിട്ട് സംഘപരിവാറിനെ വിമർശിക്കാനോ നേർക്ക് നേർ നിന്ന് എതിരിടാനോ
ഉള്ള പാങ്ങില്ല, ശക്തിയില്ല, പ്രത്യയശാസ്ത്രമില്ല. അത് പൂർണ്ണമായി ഇന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതാണ് വിമർശനം. ഈ വിമർശനത്തെ സ്വത്വവാദ സംഘടനയാണ്, ഞങ്ങൾ DMK പോലെയാണ്, ADMK പോലെയാണെന്നൊക്കെ പറയുന്നത് ശുദ്ധ അപഹാസ്യമാണ്. അംബേദ്കറിസ്റ്റുകളെ പോലെയാണ്. അല്ല, നിങ്ങൾ സ്വത്വവാദികൾ എന്ന നിലയിൽ മതത്തെ സംഘടിപ്പിക്കുകയാണ്. ആ മതത്തെ സംഘടിപ്പിക്കുന്നതിൽ നിങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമായ രാഷ്ട്രീയമാണ്. അതിനെന്തൊക്കെ ഉദാഹരണങ്ങൾ ഈ നാട്ടിലുണ്ട്? ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. ഇവർക്കെതിരെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. പല ഘട്ടങ്ങളിലും കാസർഗോഡ് ശീതാങ്കോലി ITI ABVPയുടെ വോട്ടുകൾ നേടിയാണ് ഇന്ന് ആ ITI ഇവർ ഭരിക്കുന്നത്. അതിനുള്ള സീറ്റ് നിലയാണ് ഇവിടെ ഉള്ളത്. ചെയർമാൻ സീറ്റ് MSFന് 33, SFIക്ക് 37, ABVPക്ക് 5. ഇന്ന് ശീതാങ്കോലി ITI ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? നിങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി. MSFന് 33, ABVPക്ക് 5, SFIക്ക് 37 ഉണ്ട്. ഇന്നത് നേതൃത്വം കൊടുക്കുന്നത് ഇവരുടെ യൂണിയനാണ്. കാരണം എന്താ? 33, 5, 38 ABVPന്റെ വോട്ടുകൾ വാങ്ങിയിരിക്കുന്നു. ഇത് കണക്കാണ്. അതിൽ ഓരോന്നിലും സെക്രട്ടറി സ്ഥാനത്താവട്ടെ, മാഗസിൻ ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, എല്ലാത്തിലും സമാനമായ സ്ഥിതിയാണ്. ഷെയർ ചെയ്യുകയാണ്. ഇപ്പൊ നിലവിൽ എന്താണ് സ്ഥിതി? കേവലപരമായി അധികാരം നിലനിർത്തുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമായി ഒരു രാഷ്ട്രീയ നിലപാടും ഉയർത്തിപ്പിടിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇന്നലെ അവർ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു. ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു വലിയ മാസീവ് പ്രകടനത്തിനിടയിൽ മറ്റേതോ സംഘടനയുടെ കൊടിയൊക്കെ, ഒരു കോളേജിന്റെ റോട്ടിലെങ്ങാനുമാണ് ആ കൊടിയൊക്കെ കാണിച്ചിട്ടുള്ളത്. ആ കാണിക്കുമ്പോൾ ഒരു വലിയ പ്രകടനത്തിനിടയിൽ വ്യത്യസ്ത സംഘടനകൾ ഒരുമിച്ച് അവിടെ ഏതെങ്കിലും നിലയിൽ ഒരു വിജയാഹ്ലാദ പ്രകടനം ഏതെങ്കിലും സൈഡിൽ നടത്തുമ്പോൾ അവിടെ 2 സംഘടനകളുടെ കൊടി ഒരുമിച്ച് വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അത് ഏത് നിലയിലുള്ള ചിത്രീകരണമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒരു കോളേജിന്റെ കോറിഡോറിൽ നടത്തുന്ന ഒരു പ്രകടനത്തിൽ ABVPയുടെയും MSFന്റെയും കൊടി ഒരേ നിലയിൽ ഒരു കൈപ്പിടിക്കകലെ എങ്ങനെ ഒരുമിച്ച് വരുന്നു എന്നുള്ളതൊന്ന് ഓർത്താൽ നന്നാവും. ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവരിന്ന് ഉയർത്തിപ്പിടിക്കുന്നത് താൽക്കാലികമായി SFI വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പ്രതിപാദിക്കുന്നതിനോടൊപ്പം തന്നെ വർഗീയപരമായി ഇത്തരം ആളുകളോട് കോംപ്രമൈസ് ചെയ്യുന്നതിനോടൊപ്പം ഇവരുടേതായിട്ടുള്ള സംഘടനകളിൽ ഇന്ന് നിലനിൽക്കുന്ന മതന്യൂനപക്ഷങ്ങളെ സംഘപരിവാറിന് ഒരു കയ്യകലെ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭീകരതയെ ചൂണ്ടിക്കാണിച്ച് ഇപ്പുറത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കുകയും അവരോട് രഹസ്യമായും പരസ്യമായും പലയിടങ്ങളിൽ ബാന്ധവം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അവരോട് സമരമില്ല, പക്ഷേ അവരുടെ ഭീകരതയെ കാണിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ മതവർഗീയവാദം ഉയർത്തുകയും ചെയ്യുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ പറഞ്ഞല്ലോ, കണ്ണൂരിൽ വുമൻസ് കോളേജിന്റെ കാര്യം. വുമൻസ് കോളേജിൽ നിന്ന് 3 ഓഡിയോ ആണ് പുറത്തിറങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ 3 ഓഡിയോയിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു പെൺകുട്ടി SFIയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയോട് പറയുകയാണ്. ആ 3 ഓഡിയോയും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. പെൺകുട്ടിയോട് പറയുകയാണ്, SFIയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താകും. SFIയിൽ നിന്ന് മാറിയാൽ മാത്രമേ, MSFയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ ദീനിയാകൂ. നിങ്ങൾക്ക് സിറാത്തിന്റെ പാലമുള്ളൂ. സിറാത്തിന്റെ പാലം എന്താ? ഇവർ ടോള് വെച്ചിട്ടുള്ള ഏതെങ്കിലും, MSF ടോൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും പാലാണോ? MSFന്റെ ടോൾ ഉണ്ടെങ്കിലേ സിറാത്തിന്റെ പാലം കടക്കാൻ കഴിയൂ. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ അഴീക്കോട് MLA ജനം, മുൻ അഴീക്കോട് MLA ജനം തോട്ടിലിറങ്ങത് ഓർമ്മയില്ലേ? അദ്ദേഹം പുറത്തിറക്കിയതാണല്ലോ അന്ന് ലഘുലേഖ, സിറാത്തിന്റെ പാലം. അപ്പൊ ഇന്ന് ഇവരുടെ സംഘടനക്കുള്ളിൽ തന്നെ ആഭ്യന്തരമായി വന്നിരിക്കുന്ന 2 ചേരിയുണ്ട്. ആ ചേരിയിലെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ അത് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടുള്ള ചേരിയാണ്. അത് ആ നേതൃത്വത്തിൽപ്പെടുന്ന, ആ ചേരിയുടെ നേതൃത്വത്തിൽപ്പെടുന്ന ആളാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലാണ് ഇന്ന് കേരളത്തിലെ MSFനെ കൈകാര്യം ചെയ്യുന്നത്. ആ വാദം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ SFIക്ക് എന്തോ സംഭവിച്ചു. SFI അതിന്റെ അരിശം തീർക്കുകയാണ്. പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ്, ആ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടൊക്കെയാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാന്നേ, ഇവരുടെ നിലപാട് കുറച്ച് മുമ്പേ പതുക്കെ മാറിയതാണ്. ഇത്
ഫാറൂഖ് കോളേജിലെ MSFന്റെ ഒരു പോസ്റ്ററാണ് സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ. സർ സെയ്ദിന്റെ ചിന്തയിൽ നിന്ന് തുടങ്ങി ഇക്ബാലിലൂടെ മുസ്ലിം ലീഗ് ജിന്നയിലെത്തി. അപ്പോൾ ഇവർക്കിടയിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിന്റെ ബോധ്യത്തിൽ നിൽക്കുകയാണ് ജിന്ന ഇന്നും ഇവരുടെ പരിശുദ്ധനായ നേതാവായി നിലനിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനമാണ് ഫാറൂഖ് കോളേജിന്റെ പോസ്റ്ററാണ്. ഈ ഫാറൂഖ് കോളേജിന്റെ പോസ്റ്ററിൽ ഇത് നിലനിൽക്കുമ്പോൾ തന്നെയും ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോ ഇതാ PMA സലാമിന്റെ ഒരു ഇന്നലത്തെ ഒരു പ്രസ്താവനയും കൂടി കണ്ടു. PMA സലാം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സംഘികളേക്കാൾ വലിയ വിഷവിത്തുകളാണ് ഇടതുപക്ഷം എന്നൊക്കെയാണ്. ഇതേ PMA സലാമിന്റെ മുൻകാലത്തിലെ ഒരു പ്രസ്താവനയാണ്. തീവ്രവാദി ബന്ധം മുസ്ലിം ലീഗിന് അഡ്വക്കേറ്റ് PMA സലാം. മുൻകാലത്തിലെ വിമർശനമാണ് ലീഗിലൊക്കെ വരുന്നതിന് മുമ്പ്. തീവ്രവാദി ബന്ധം ആർക്കാണ്? മുസ്ലിം ലീഗിന് അഡ്വക്കേറ്റ് PMA സലാം. മുൻകാല വിമർശനമാണ്. അപ്പൊ ഈ ബോധ്യമുള്ള ആളായിരുന്നു PMA സലാം. ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അപ്പോൾ PMA സലാം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ നേതൃത്വം ഇന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള, അവർ ക്യാമ്പസിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായിട്ടുള്ള ഈ പോളറൈസേഷൻ, ഇത് സഹായിക്കുന്നത് RSSനെയാണ്. ഇതവരെ സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അവർക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പോലും മടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേ ഫാറൂഖ് കോളേജിൽ ഒരു സമരം, ഈ ബന്ധപ്പെട്ട മതനിരപേക്ഷ സംഘടനയാണ് ഞങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു സംഘടനയുടെ അവരുടെ ഒരു മെസ്സേജാണ്. ഓർക്കുക, സമുദായത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതി കിട്ടുന്നത് വരെ നമ്മൾ പോരാടും. എന്താ പോരാട്ടം എന്നറിയോ? ഫീസ് വർധനവിനെതിരെയുള്ള പോരാട്ടം. അത് സമുദായത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലെമ്പാട് ലോകത്തെമ്പാട് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടതും അതിൻ്റെ ചരിത്രവും ഒക്കെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഈ മതത്തിന് ഇടയിൽ തന്നെ ആളുകൾക്കിടയിൽ ഇവരുടെ വർഗ താല്പര്യം വളരെ വ്യത്യസ്തമാണ്. ഉന്നത ബോധത്തിൽ നിന്ന്, സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം ലീഗ്. പിന്നീട് ഈ പ്രത്യേകിച്ച് സാധാരണക്കാരായ തൊഴിലാളികളായ മുസ്ലിം ജനവിഭാഗങ്ങളിലേക്ക് കടന്നുകൂടാൻ, അവരുടെ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് പകരം അവരുടെ പ്രശ്നങ്ങളെ മതപ്രശ്നങ്ങളാക്കി മാറ്റുകയും മതം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, ആ പ്രശ്നങ്ങളുടെ ഒക്കെ പരിസമാപ്തി നിങ്ങൾ ഈ കൊടി പിടിച്ചാൽ, നിങ്ങൾ ദീനിയായാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നും, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇഹലോകത്തിൽ നിന്നുള്ള ജീവിതത്തിനേക്കാളപ്പുറം പരലോകത്തു നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾ ഈ കൊടി പിടിക്കണം എന്ന് പോലും പറയുന്നവരായി ഇവർ മാറിയിരിക്കുന്നു. ഈ നിലയിൽ വർഗീയത ക്ലാസ് മുറിയിൽ പറയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സ്കൂൾ പാർലമെന്റ്, ഞങ്ങളിത് ഇപ്പോൾ പെട്ടെന്ന് എന്താ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞല്ലോ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ മൊത്തം കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ 680ഓളം വരുന്ന സ്കൂളുകളിൽ ഞങ്ങൾ 580ൽ കൂടുതലായി സ്കൂളുകൾ വിജയിച്ചു. തിരുവനന്തപുരത്ത് 89ൽ 86, കൊല്ലത്ത് 120ൽ 105, പത്തനംതിട്ടയിൽ 36ൽ 33, ആലപ്പുഴയിൽ 44ൽ 43, കോട്ടയത്ത് 8ൽ 8, ഇടുക്കിയിൽ 25ൽ 25, എറണാകുളത്ത് 9ൽ 9, തൃശ്ശൂരിൽ 25ൽ 23, പാലക്കാട് 83ൽ 74, മലപ്പുറത്ത് 9ൽ 6, കോഴിക്കോട് 59ൽ 38, വയനാട് 4ൽ 3, കണ്ണൂരിൽ 111ൽ 93, കാസർഗോഡ് 54ൽ 43. ഇവിടങ്ങളിലൊക്കെയും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ മത്സരിച്ചിട്ടുള്ളത് ഈ ചെറിയ വിദ്യാർത്ഥികളോട് 8ലും 9ലും 10ലും, ഞാൻ ഇത് തന്നെയാണ് മണ്ണാർക്കാട് പറഞ്ഞിട്ടുള്ളത്, 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ഇവർ പറയുന്നത് പച്ച വർഗീയതയാണ്, വെറും വർഗീയതയാണ്. കേട്ടാൽ അറക്കുന്ന നിലയിൽ ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്നിവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞത് വർഗീയതയല്ല, ഞങ്ങൾ പറയുന്നത് സ്വത്വമാണ്, ഞങ്ങൾ സമുദായത്തിന് വേണ്ടിയാണ്. അല്ല, അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വിഭജനം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ MSF സംസ്ഥാന പ്രസിഡന്റിന്റെ വായിൽ നിന്ന് വരുന്നത്. MSF സംസ്ഥാന പ്രസിഡന്റിന്റെ വായിൽ നിന്ന് വരുന്നതാണോ ഇത്? മതനിരപേക്ഷ ബോധ്യമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്നതാണോ? ഉത്തമ വരേണ്യനായ അഗ്രഹാരപുത്രൻ, ഹിന്ദുത്വ ഇടത്. അപ്പോൾ ഈ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം ഞങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള ചില ആക്ഷേപങ്ങൾക്ക് കൂടി മറുപടി പറയാതെ പോകാൻ കഴിയില്ല.
ആ ആദ്യ ഭാഗം ഞാൻ അതുകൊണ്ടാണ് അതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്തത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വിമർശനത്തെ തൊട്ടു നോക്കാൻ MSF സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ സമയം വിനിയോഗിച്ചിട്ടില്ല, തൊട്ടു നോക്കിയിട്ടില്ല. അതിന് ചില തിരിച്ചുള്ള ആരോപണങ്ങളും തിരിച്ചുള്ള കാര്യങ്ങളും തിരിച്ചു കുറച്ച് പ്രശ്നങ്ങളും പറയുകയല്ലാതെ, കുറെ അവിടെ ഇവിടങ്ങളിലെ തെരഞ്ഞെടുപ്പും പറയുകയല്ലാതെ, അവർക്ക് അനുകൂലമായ ചില തെരഞ്ഞെടുപ്പുകളും പറയുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ആരോപണം അതുപോലെ നിലനിൽക്കുകയാണ്. ഞങ്ങളുടെ അത് ശരിവെക്കുന്ന നിലയിൽ ഞങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ പറയുന്നു. ഈ നിലയിൽ കഴിഞ്ഞ 2017 ശേഷം MSF പടിപടിയായി ആ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്കിടയിലും ഈ മതവർഗീയവാദത്തിന് സ്ഥാനമൊരുക്കി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, നിരോധിക്കപ്പെട്ട CFIയുടെ പ്രവർത്തകർ ഇന്ന് എവിടെയാണ്? അവരിന്ന് എവിടെയാണ്? നിരോധിക്കപ്പെട്ട CFI പ്രവർത്തകർ ഇന്ന് എവിടെയാണ്? അവരുടെ ആരൂഢം ഇന്നിപ്പോൾ നിൽക്കുന്നത് MSFലാണ്. അവരിന്ന് ചെന്ന് ചേക്കേറിയിരിക്കുന്നത് ഈ സംഘത്തിലാണ്. അതുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ MSF സംസ്ഥാന പ്രസിഡന്റ് വായിൽ നിന്ന് വരുന്നത്. കാര്യങ്ങൾ മാറിപ്പോയി, അതിൻ്റെ വേര് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായും ഈ നിലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ക്യാമ്പസിൽ ഈ തരത്തിലുള്ള സെക്യുലർ ഫാബ്രിക്കിനെതിരെ നടത്തുന്ന പ്രവർത്തനം, അതോടൊപ്പം സംഘപരിവാർ വിമർശനത്തിന് പോലും തയ്യാറാവാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ അപജയത്വം, ഇതൊക്കെ തുറന്നു കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇതേതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ല. ഇപ്പോൾ കഴിഞ്ഞ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അജയ്യരായി നിൽക്കല്ലേ. അപ്പം അത് മാത്രമല്ലല്ലോ ഇവിടെ പറഞ്ഞത്, കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 2 സീറ്റുകൾ കിട്ടിയതുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂർ സർവകലാശാലയിൽ 2014 ഞങ്ങൾക്ക് വയനാട് എക്സിക്യൂട്ടീവ് എതിരില്ലാതെ തോറ്റിട്ടുണ്ട്. ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ കഴിയാതെ പരാജയപ്പെട്ടിട്ടുണ്ട് 2014. ആദ്യമായിട്ടൊന്നല്ല കണ്ണൂരിലും ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് സീറ്റൊക്കെ നഷ്ടപ്പെടുന്നത്. കാലിക്കറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾ പരാജയപ്പെട്ടതാണ്. ഈ പറഞ്ഞതുപോലെ സർവകലാശാലയുടെ മുഴുവൻ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ SFIയുടെ ഏതെങ്കിലും സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഇന്ന് നിലനിൽക്കുന്നതായി SFI സംഘടനയ്ക്ക് ഒരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അങ്ങനെ നേരിടാതിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള അക്രമത്തിന് ഞങ്ങളെ വിധേയപ്പെടുത്തുന്ന നിലയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള യഥാർത്ഥ ശ്രമം ചെന്ന് നിൽക്കുന്നത് ഞങ്ങൾ അവർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിമർശനത്തെ, അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ട് അവർക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ അപജയത്തെ, അവർ വിഴുങ്ങിയിട്ടുള്ള ഈ വർഗീയവാദ സംഘത്തെ തുറന്നു കാണിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നത്തിൽ നിന്നാണ്. ഇപ്പം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പിന്തുണയില്ല, ഞങ്ങളെ പലരും പിന്തുണക്കുന്നില്ല, ഞങ്ങളെ ഇന്ന നേതാക്കന്മാർ പിന്തുണച്ചില്ല. വളരെ രഹസ്യമായി ചില പോസ്റ്റുകളൊക്കെ ചില ഇടപെടലൊക്കെ കണ്ടത്, കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരെ വിളിച്ച് അനുകൂലമായി പോസ്റ്റ് ഇടണമെന്ന് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് ഇവർ മാറിയെന്നും കേട്ടിട്ടുണ്ട്. എന്തിനാണത്? എന്തിനാണ് ഈ വ്യഗ്രത? എന്താ അതിൻ്റെ ഉദാഹരണം കാണിക്കുന്നത്? അവർക്ക് തന്നെ ഉറപ്പാണ് ഇത് തുറന്നു കാണിക്കപ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടിയിരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ. ഞാൻ നേരത്തെ ആ ഓഡിയോയിലേക്കൊന്നും കടക്കുന്നില്ല. വുമൻസ് കോളേജിൽ ഒരു പെൺകുട്ടി, പൂർണ്ണമായും പറഞ്ഞ ആ കുട്ടിയുടെ പേരുൾപ്പെടെയുണ്ട്, അതൊരു പെൺകുട്ടി ആയതുകൊണ്ടും കൂടുതൽ ആ തലത്തിലേക്കും ഞങ്ങൾ പോകുന്നില്ല. അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ്. അപ്പം ആ നിലയിൽ ഇതിനുള്ള ഒരു ക്യാമ്പയിനിങ് മെറ്റീരിയലായും അതോടൊപ്പം ആ തലത്തിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായും ഇവർ മാറിയിരിക്കുകയാണ്. അതിനെ അങ്ങനെ പറയാതെ പോകാൻ കഴിയില്ല. അതിന് ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്താൽ മതിയാവില്ല എന്നാണ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയാനുള്ളത്. അപ്പോൾ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അടിയന്തരമായി ഈ മൗദൂദിയുടെ മതരാഷ്ട്രവാദം, അതിന് ക്ലീൻ ചിറ്റാണ് കൊടുത്തത്. അതിനെ സംബന്ധിച്ച് ആ മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുകയാണോ? അതിനർത്ഥം മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു എന്നാണല്ലോ. ജമാഅത്ത് ഇസ്ലാമി ഒരു പ്രശ്നക്കാരും അല്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു. മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു എന്നാണെങ്കിൽ അവരുടെ വർഗീയവാദ നിലപാടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അതല്ലേ ഞങ്ങൾ നടത്തിയ വിമർശനം. ഈ നിലയിൽ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന MSF അടിയന്തരമായി അവരുടെ നിലവിലത്തെ ഈ സ്ഥിതിയിൽ നിന്ന് മാറിക്കൊണ്ട്, അതോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ച മറ്റൊന്നാണ് ഈ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ UGമാർ കടന്നു വരുന്നു എന്നത്. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു വെക്കുന്നു. കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോടും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഈ അറബി കോളേജുകൾ എന്ന് പറയാൻ കാരണം ആ കോളേജുകളുടെ മാനേജ്മെന്റ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ് ബഹുഭൂരിപക്ഷവും, അല്ലാതെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മതമല്ല. അതാണ് ഇവരുടെ മറ്റൊരു ഭാഗം നിൽക്കുന്നത് അവിടെയാണ്. MSFനെ വിമർശിച്ചാൽ അത് മതവിമർശനമാക്കി മാറ്റുകയാണ്.
ഇവർ പതുക്കെ എത്തി നിൽക്കുന്ന ഇവരുടെ മതനിരപേക്ഷ ബോധ്യമൊക്കെ എപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചാൽ ഇവിടെ എന്തൊക്കെ പുകിൽ കഴിഞ്ഞ ഒരാഴ്ച കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി എന്ന് നമ്മൾ കണ്ടതാണ്. വിമർശനം ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ വിമർശനം ചെന്ന് നിൽക്കുന്ന അവിടെയാണ്. ഞങ്ങൾ വിമർശിച്ചിരിക്കുന്നത് MSFനെയാണ്, മതത്തെയല്ല. അങ്ങനെ ആക്കി തീർക്കേണ്ട ശ്രമം ഉണ്ടാവണ്ട. അങ്ങനെ ആക്കി തീർക്കാനുള്ള ഇവരുടെ ശ്രമം വളരെ ശക്തമാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് നേരെയുള്ള സംഘപരിവാർ ചാപ്പയടി, ഇതിനൊക്കെ ആ നിലയിൽ തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. ശക്തമായി ഇവരുടെ ഈ വർഗീയവാദ നിലപാടിനെ തുറന്നു കാണിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ മൗദൂദ് സ്ത്രീകളെ ഇവർ അംഗീകരിച്ചു. ഇവരുടെ വിദ്യാർത്ഥി സംഘടന ലോകത്തുള്ള ഏറ്റവും വലിയ വർഗീയവാദ നിലപാടുകൾക്കും മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള ഇസ്ലാം ബ്രദർഹുഡിൻ്റെയും നേതാക്കന്മാരുടെ ഫോട്ടോയുമായി ഇവർ പ്രകടനം നടത്തി കോഴിക്കോട്ട്. ഈ വിദ്യാർത്ഥി സംഘടന, ഈ മൗദൂദ് സ്ത്രീകളുടെ വിദ്യാർത്ഥി സംഘടന, അതിനെ സംബന്ധിച്ച് ഇവരുടെ നിലപാടെന്താ? ഇവരതിനെ സംബന്ധിച്ച് നിലപാട് പറയൂ? KSU നിലപാട് പറയൂ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അന്ന് തന്നെ മണ്ണാർക്കാട്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, KSUവിനെ MSF വിഴുങ്ങിയിരിക്കുന്നു എല്ലാ തരത്തിലും. ആ MSFനെ പൂർണ്ണമായും ഈ തരത്തിൽ ഈ മൗദൂദിസ്റ്റ് രാഷ്ട്രീയം അവരുടെ നാക്കുൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളെയും മുഴുവൻ നേതൃത്വത്തെയും പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റിനെയും വിഴുങ്ങിയിരിക്കുന്നു. അതിനുള്ള അടിസ്ഥാനപരമായ കാരണം ഈ പറഞ്ഞതുപോലെ അവിടിവിടങ്ങളിൽ അവർക്ക് ഉണ്ടാക്കേണ്ട രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് തിരഞ്ഞെടുപ്പിന് ഉണ്ടാക്കുന്ന കേവല ലാഭത്തിന് വേണ്ടി ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതോടൊപ്പം അവരീ പറഞ്ഞ ഇന്ത്യയിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ഒന്നാമത്തെ വർഗീയത RSS ആണെങ്കിൽ അതിനെതിരെയുള്ള വിമർശനം ഉണ്ടാകുന്നില്ല. ഇത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായി ഞങ്ങൾ ആ നിലയിൽ അതിനെ പ്രതിരോധിക്കുമെന്നാണ്. ഈ ദുർബലമായ വാദമുഖങ്ങൾ കൊണ്ട് ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ചപ്പോൾ അദ്ദേഹം കരുതിയത് ഞങ്ങൾ പിന്നീട് നിശബ്ദരാകുന്നതാണ്. തീർത്തും ദുർബലനായ, സാധാരണ നിലയിൽ അദ്ദേഹം ഇങ്ങനെയൊന്നുമല്ല, വിറളി കൊണ്ട് അക്രമം അഴിച്ചുവിടുന്ന MSF സംസ്ഥാന പ്രസിഡന്റ് തീർത്തും ദുർബലനായി ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും അങ്ങനെയാണ് എന്ന് പറയുന്ന രൂപത്തിലാണ് SFIയെ നേരിട്ടത്. MSF സംസ്ഥാന പ്രസിഡന്റിനോടും MSFകാരോടും അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ ആ നിലപാടിൽ നിന്നും അണുവിട മാറുന്നില്ല. ഒന്നാം നമ്പർ വർഗീയവാദികളായി ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവർ പ്രവർത്തിക്കുന്നു. എൻ്റെ വാക്കുകൾ അതുപോലെ എടുക്കാം. ആ പറയുമ്പോൾ തന്നെ മറൊരു ചോദ്യമുണ്ട്, ABVPയോ? അവരും വർഗീയവാദികളാണ്. ഇവരുടെ തരത്തിൽ ക്യാമ്പസുകളിൽ എന്നവർക്ക് ഇടമില്ല. രാജ്യത്ത് നേരിടുന്ന, ഇടതുപക്ഷം നേരിടുന്ന, SFI നേരിടുന്ന ഒന്നാമത്തെ ഞങ്ങൾ നേരിടുന്ന വർഗീയവാദം ഈ പറഞ്ഞ RSSന്റെ വർഗീയവാദമാണ്. എന്നാൽ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുള്ള സ്ഥിതിവിശേഷത്തിനനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ MSF എത്തിച്ചേർന്നിരിക്കുന്ന ഈ രാഷ്ട്രീയ നിലപാട്, ആ രാഷ്ട്രീയ നിലപാടിനെ ആ നിലയിൽ തന്നെ കാണണം. ഒരു വർഗീയവാദ സംഘടനയുടെ പൂർണ്ണ സ്വഭാവത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാകെയുള്ള വ്യത്യാസം ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ഈ കണക്കുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സ്കൂൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു. കേരളത്തിലെ 14 സർവകലാശാലയിൽ 12 സർവകലാശാലകളിൽ ഇന്ന് SFI ആണ്. ITI പോളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവിടെയും SFIയുടെ വിജയം ആധികാരികമാണ്. അത് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ ആദ്യ ഭാഗത്തിൽ അതിലേക്ക് കടക്കാഞ്ഞത്. ഞങ്ങളുടെ വിമർശനം അതുപോലെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ITIയിൽ 98 പോളിയിലാണ് കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നത്. 83 അടുത്ത് ഞങ്ങൾ ജയിച്ചു. പോളിയിൽ 55 അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 46 കേരളത്തിലെമ്പാടും കേട്ടോ. സ്കൂളിൽ 675-ൽ 589 ഞങ്ങളുടെ വിജയം. കുഹാസിൽ ആരോഗ്യ സർവകലാശാലയിൽ ഇപ്പം നടന്നിട്ടുള്ള 71 ഗവൺമെൻറ് കോളേജുകളിൽ ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് 51. വെറ്റിനറിയിൽ 7 SFI ആണ്. അഗ്രികൾച്ചറിൽ 40 സീറ്റുകളിൽ 21 നേടിക്കൊണ്ട് LDSF ആണ് അവിടെ. മലയാള സർവകലാശാലയിൽ 15 SFI ആണ്. കേരളയിൽ സംസ്കൃതത്തിൽ 5 ക്യാമ്പസുകളിൽ 4 SFI ആണ്. കേരള സർവകലാശാലയിൽ 64 ക്യാമ്പസുകളിൽ കഴിഞ്ഞ തവണ SFI വിജയിച്ചു, 77 ക്യാമ്പസുകളിൽ. MGയിൽ 104 ക്യാമ്പസുകളിലാണ് 130 എണ്ണത്തിൽ ജയിച്ചത്.
കാലിക്കറ്റിൽ കഴിഞ്ഞ തവണത്തെ നമ്മളൊരു UUC നില മാത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് 539 ആകെ UUCമാരിൽ 210 UUCമാരുണ്ട്. കണ്ണൂരിൽ 45 കോളേജുകളിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 65 കോളേജ് നടന്നപ്പോൾ 45 ജയിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് എന്ത് പറ്റി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രതിരോധമൊന്നും വില പോവില്ല. ഞങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി ഉണ്ടോ? ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കീഴ്പ്പെടുന്ന അതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ കിട്ടും. സ്കൂൾ ഇലക്ഷനിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ ആ ഓഡിയോ നിങ്ങൾക്ക് അതിൻ്റെ മറ്റൊരു ഭാഗം കാണിച്ചാൽ ഇവരെങ്ങനെയാണ് അതിൽ ഇടപെടുന്നത് എന്നുകൂടി കേൾപ്പിക്കാം. ഇവിടെ കേൾപ്പിച്ച പോലെ അത് സത്യം പറഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല. എനിക്കറിയാം അന്നയില്ലേ ഈ കോളേജിൽ കയറിയ പാടെ തന്നെ നിങ്ങളെല്ലാം വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയറിന് അന്നെ MSFന്റെ കോർഡിനേറ്റർ ആക്കി. അത് എന്തിട്ടെന്ന് അറിയാം, അനക്ക് പാർട്ടിയിൽ താല്പര്യമുള്ളതുകൊണ്ടൊന്നല്ല. ഞാൻ കുറച്ച് സംസാരിക്കലും ചെയ്യുന്നോണ്ട് എല്ലാവരും ഒരു കമ്പനിയിലാവുന്നോണ്ട് നേല എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കോർഡിനേറ്റർ എന്ത് ചെയ്ത് അങ്ങനെല്ലാം ആക്കിന്. ഞാൻ നിന്നിട്ടൊന്നുമില്ല. അതേ ടൈം തന്നെ ഞാൻ ഫ്രെറ്റേണിറ്റി എന്ന് പറഞ്ഞ ഫ്രെറ്റേണിറ്റി അല്ല GIO എന്ന് പറഞ്ഞിട്ടൊരു ഇസ്ലാമിക് സംഘടന ഉണ്ട്. അതിൻ്റെതും അത് നമ്മളെ കോളേജിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് ഈ കോർഡിനേറ്റർ ആക്കി തന്നെ MSFന്റെ കോർഡിനേറ്റർ ആക്കിയതിന് ശേഷമാണ് അത് ആ ഒരു പരിപാടിക്ക് ഞാൻ പോയത്. GIOന്റെ ആ ഒരു ഇസ്ലാമിക്കിന്റെ ഇതാണ്. അപ്പൊ അവര് ഇതെല്ലാം വെച്ച് നോക്കിയപ്പോ എന്തിനാ ഞാൻ MSFന്റെ കോർഡിനേറ്റർ ആണെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ എന്തോ എനിക്ക് GIOനോട് ഭയങ്കര ഇഷ്ടം. കാരണം അവര് രാഷ്ട്രീയം അവരെ പാർട്ടിന്ന് തന്നെ ഫ്രെറ്റേണിറ്റി ആണ്, പക്ഷെ ഇതില് രാഷ്ട്രീയമല്ല, ഇതില് മെയിനായിട്ട് നമ്മൾ ഇസ്ലാമികപരമായിട്ട് അങ്ങനെ ഇതാക്കാന്നല്ലാന്ന് അതിനകത്തല്ല. അങ്ങനെ എനിക്ക് എന്താ പറയാ ആ ഒരു പാർട്ടിനോട് ഭയങ്കര ഇഷ്ടം. പാർട്ടിയില്ല സോറി, ആ ഒരു സംഘടനയോട് ഭയങ്കര. ഇതൊരു ഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഇതെന്ന് വെച്ചാൽ അതാണ്. അവരെ ആശയം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. കറുപ്പ് മീൻസ് ലൈക്ക് കഞ്ചാവ് പോലത്തെ. കറുപ്പ് എന്ന് പറയുന്നതിന്റെ ഇതാണ്. അപ്പൊ മതം എന്ന് പറയുന്നത് അവരെ ഇതിലതാണ്. അവർക്ക് മതവിശ്വാസം ഇല്ല, അവർക്ക് ഈശ്വരനില്ല, അവർക്ക് ദൈവവിശ്വാസം ഇല്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, മനസ്സിലായ? പക്ഷെ ഇപ്പത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമുണ്ട്, ഈശ്വരനുണ്ട്, എല്ലാം ഉണ്ട്. അത് പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ, നമ്മളൊരു വിഭാഗത്തെ നമ്മൾ അവരെ പോലെ ആയാല് അല്ലെങ്കിൽ അവരിൽ ചേർന്നാൽ, അവർ ചെയ്യുന്ന പോലെ ചെയ്താൽ നമ്മൾ അവരിൽ പെട്ടവനായി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്, മനസ്സിലായ? ഇപ്പം ഈ ബർത്ത്ഡേന്റെ കേക്ക് കട്ടിങ് അതെന്ന് പറഞ്ഞാൽ നമുക്കത് ഇസ്ലാമിൽ അത് ഇല്ലാത്തത്, അത് മറ്റൊരു മതത്തിന്റെ, അതായത് ജൂതവർഗത്തിന്റെ ഒരാചാരാണത്. കേക്ക് കട്ടിങ്. അതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മ അത് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അവരാചാരം നമ്മൾ ഇതാക്കുന്നു. അപ്പോൾ നമ്മൾ അവരിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ല, പ്രവാചകൻ പറഞ്ഞ. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പാർട്ടിന്റെ എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിലേക്ക് ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ പെട്ടവനായി. അപ്പൊ ഇപ്പോ ഈ എന്താ പറയാ, ഇങ്ങനെ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പുറത്താവും, ഇസ്ലാമിന്ന് പുറത്താവും, മനസ്സിലായ? പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മതാന്ന് വലുത്. നമുക്ക് ഫസ്റ്റ് മതമാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിനെ സ്നേഹിക്കണം എന്നാണ്. ഈ മതം ഇല്ലാത്ത പാർട്ടിയിൽ നീ ചേരുമ്പോ നീ ചിന്തിച്ചു നോക്കിയാലേ. ഇതൊരു SFI പ്രവർത്തകയോട് ഒരു MSFന്റെ പ്രവർത്തക പറഞ്ഞ ആദ്യ ഓഡിയോ ക്ലിപ്പാണ്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഈ കുട്ടിയുടെ പേരൊക്കെ ഞാൻ വേണേൽ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ പറയാത്തത്, ഞാൻ MSFന്റെയോ KSUവിൻ്റെയോ സംസ്ഥാന ഭാരവാഹി അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ SFI ആയതുകൊണ്ടാണ്. എന്താണ് ഇവർ ക്യാമ്പസ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MSFകാർക്ക് വളരെ എളുപ്പത്തിൽ തീവ്രതയിലേക്ക് എത്താൻ കഴിയും എന്നുള്ള നിലയിലുള്ള, എത്ര എളുപ്പത്തിൽ അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള നിലയിലുള്ള അവരുടെ തന്നെ സാക്ഷ്യപ്പെടുത്തല്ല. ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്നതാണ്. വുമൻസ് കോളേജിലെ, കണ്ണൂർ നഗരത്തിലെ. അതെ 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 ഇപ്പോൾ വന്നിട്ടുള്ളത് ക്ലാസ് മുറിയിലെ ഒരു ഗ്രൂപ്പിൽ ഒരു കുട്ടിയോട് പേഴ്സണലി അയച്ചിട്ടുള്ള ഒരു മെസ്സേജാണ്. എന്താണ് ഇതിനർത്ഥം? മതനിരപേക്ഷത എന്നാൽ എന്താണ്? MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് പഠിക്കണം.
എന്താണ് മതത്തിന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ചെയ്യാനുള്ള കാര്യം? അപകടവശാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശാപം എന്ന നിലയിൽ ഇന്ന് രാജ്യത്തെ രാഷ്ട്രീയത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള മതവർഗീയവാദികളാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം ഇതൊന്നുമല്ല. എന്നാൽ അതിന് വിഘാതമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതിനുള്ള ആയിരക്കണക്കിന് ഉദാഹരണം ഞാൻ തരാം. സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്കൂളിലെ ഓരോ കുട്ടികളെയും നിങ്ങൾ പോയി, ഞാൻ വേണേൽ അതിൽ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തരാം. കുട്ടികളോട് നേരിട്ടാണ് പറയുന്നത് ഈ വർഗീയവാദം. ഈ അപകടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ അത്തരമൊരു പൊളിറ്റിക്കലായിട്ടുള്ള അറ്റാക്കിലേക്ക് കടന്നിട്ടുള്ളത്. അത് തുടരും. അതിനെ വ്യക്തിപരമായി ഇനി എന്തൊക്കെ വിളിച്ചാലും ഒരു പ്രശ്നവുമില്ല. അത് നിർബാധം തുടരാം. ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രത്യാക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിലെനിക്കൊരു സംശയമുള്ളൊരു കാര്യം, അതിന് ഞാൻ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ ശശികല പോസ്റ്റിട്ട അടുത്ത മിനിറ്റിൽ മീഡിയ വണ്ണിൻ്റെ പോസ്റ്റർ വന്നു. ഇനി മീഡിയ വണ്ണെങ്ങാനും വിളിച്ചിട്ടെങ്ങാനും പ്രതികരിപ്പിച്ചതാണോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം സഞ്ജീവേ, ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത് എന്നായിരുന്നു മുന്നോട്ട് വെച്ച അഭിപ്രായം. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ വിമർശനം MSF മുന്നോട്ട് വെച്ച രാഷ്ട്രീയം പൂർണ്ണമായും കളഞ്ഞുകൊണ്ട് അവരിന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഫിയാവുന്നു. അവർക്ക് വർഗീയവാദ നിലപാടുണ്ട് എന്നുള്ളതാണ്. ആ പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനം നടത്തുമ്പോൾ ആ വിമർശനത്തിനെ ചോർത്തിക്കളയാനും അതിൻ്റെ ശക്തി ചോർത്തിക്കളയാനും അത് തുറക്കുന്നൊരു ചർച്ചാമുഖമുണ്ട്. ആ ചർച്ചാമുഖത്തെ വഴിതിരിച്ചു വിടാനുമാണ് ശശികലയുടെ ആ പ്രസ്താവന ഉദവിയിട്ടുള്ളത്. അതാരാ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്? MSFകാരും മുസ്ലിം ലീഗുകാരുമാണ് ഞങ്ങൾക്കെതിരെയുള്ള അക്രമമാക്കി മാറ്റാൻ. അത് യഥാർത്ഥത്തിൽ എന്തിനാണ്? അത് യഥാർത്ഥത്തിൽ ഒരു സുവർണാവസരമാക്കി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ആ വിമർശനത്തെയും പൊതുവിലുള്ള വർഗീയവാദ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ MSF നടത്തുന്ന പ്രവർത്തനത്തെ ആത്യന്തികമായി സഹായിക്കുന്നത് സംഘപരിവാറിനെയാണ്. ആത്യന്തികമായി സഹായിക്കുക സംഘപരിവാറിനെയാണ്. അപ്പോൾ അത് വളരെ സൈലൻ്റായി മുന്നോട്ട് പോകുന്നതിനെ ചെറുക്കുക എന്ന് പറയുന്നത്, ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നു, അതിനെതിരെ രംഗത്ത് വരുന്നു എന്ന് പറയുന്നത് അത് തകർക്കപ്പെടും അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അങ്ങനെ ആയിക്കൂടാ. അതിന് ഈ പറഞ്ഞ രണ്ട് ഭാഗം തന്നെ ഉണ്ടാകണം എന്നുള്ള വർഗീയപരമായിട്ടുള്ള മറ്റൊരു ഇടപെടലാണ് ശശികല നടത്തിയിട്ടുള്ളത്. അത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ആ നിമിഷം തന്നെ എഴുതിയിട്ടുണ്ട്. രാജവെമ്പാലയേക്കാൾ വിഷം ചൊരിയുന്ന കേരളത്തിൻ്റെ മതസമുദായത്തിൽ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും തെറ്റായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഒരാളാണ് ശശികല. അപ്പോൾ എന്നെ സഹോദരനെയൊക്കെ ആക്കി. ഇപ്പോൾ യഥാർത്ഥ സഹോദരൻ ആരാന്നൊക്കെ ഏകദേശം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യഥാർത്ഥ സഹോദരൻ PK നവാസാണ്. MSF സംസ്ഥാന പ്രസിഡന്റാണ്. MSF സംസ്ഥാന പ്രസിഡന്റാണ് ഇവരുടെ സഹോദരൻ. ആ സഹോദരനെ രക്ഷിക്കാനാണ് ഓടിയെത്തിയത് നിമിഷ നേരം കൊണ്ട്. ഞാൻ വിമർശനം തുടങ്ങിയത് അന്നൊന്നല്ലല്ലോ. വിമർശനം അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് നിമിഷ നേരം കൊണ്ട് അത്തരമൊരു പോസ്റ്ററുമായി അവരിറങ്ങിയത്, അത്തരമൊരു അഭിപ്രായമായി ഇറങ്ങിയത്. അതേ നിമിഷം മീഡിയ വണ്ണും നിമിഷ നേരം കൊണ്ട്, ഞാൻ അതിൻ്റെ ഒരു സമയമൊക്കെ നോക്കി, പോസ്റ്ററുമായി വന്നു. അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ കാണുന്നത്. അതൊരു വർഗീയവാദം, പരസ്പരം വെള്ളവും വളവും കൊടുത്ത് വളരുന്ന ഇരു വർഗീയവാദങ്ങളുടെ പ്രതിരോധ തന്ത്രമായി ഞങ്ങൾ കാണുന്നു. പക്ഷേ അത് ആ നിലയിൽ തന്നെ തുറന്നു കാട്ടപ്പെടും. ഞങ്ങളെ RSSനോട് സമീകരിക്കുന്നതൊക്കെ തീർത്തും അപഹാസ്യമാണ്. KSU സംസ്ഥാന പ്രസിഡന്റ്, KSU എന്നൊക്കെ പറയുന്നത് ഇന്ന് KSU ഉണ്ടോ? KSU സംസ്ഥാന പ്രസിഡന്റുമാരല്ലേ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് MSFനെ എന്താ പറഞ്ഞത്? മരത്തെ തിന്നുന്ന ഇത്തിൽ കണ്ണികളെ ഞങ്ങൾ വെട്ടിമാറ്റും അല്ലേ? നിങ്ങൾ അതന്നെ അവരോടൊന്ന് ചോദിച്ചാൽ മതി. ആ ഇത്തിൽ കണ്ണികളായിട്ട് അവരെന്തുകൊണ്ട് മാറി? ആരാണ് ഇത്തിൽ കണ്ണി, ആരാണ് മരം എന്നൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഈ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ സ്വയം ഒന്ന് കാലിൻ്റെ അടിയിലെ മണ്ണൊക്കെ നോക്കുന്നത് നന്നാണ്. അതൊക്കെ
ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുപോയി MSF-ലൂടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതൊക്കെ ഇന്നൊരു കോമഡിയായി മാറി എന്ന് പറയാനുള്ളൂ. ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്നൊക്കെ പറയാൻ കൊള്ളാം. അല്ലാതെ അതൊക്കെ ഇന്നൊരു പൂർണ്ണ പരാജയമായി. കണ്ണൂരും കാലിക്കറ്റും ഇനി എവിടെയൊക്കെ എന്നുള്ളത് കണ്ടറിയണം. കണ്ടറിയുമ്പോൾ പതിയെ കൊണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന കേശുവിന് പതിയെ ഓരോന്നോരോന്നായി കൊള്ളുമ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കുന്നത് കേശു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണൂരിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ? ആ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാധാരണ നടത്തുന്ന പ്രസ് മീറ്റൊക്കെ ഞങ്ങൾ കാണാറുള്ളതാണ്. അതും ദുർബലമായിരുന്നു. എനിക്കെതിരെയുള്ള അക്രമം പോലും ദുർബലമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞല്ലോ ദുർബലമായിരുന്നു. പറയണമല്ലോ എന്ന് കരുതി പറഞ്ഞ അവർക്കുൾപ്പെടെ അഭിപ്രായമുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർ, നിങ്ങളോടുള്ള രഹസ്യ സംഭാഷണത്തിൽ അവർ പറയുന്നുണ്ടത് 100% ഉറപ്പ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ഓൺ ചെയ്യുന്നു, കേസ് ഓൺ ചെയ്യും. അത് പറ്റില്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ആ നിലയിലാണ് അവരിന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ. എവിടെയൊക്കെ അതിന് സാധ്യതയില്ലയോ അവിടെ മാത്രമേ കേസിന് സ്ഥാനമുള്ളൂ, UDSF ഉള്ളൂ. അവിടെ മാത്രമേ UDSF ഉള്ളൂ. എവിടെയൊക്കെ മതനിരപേക്ഷ മുഖങ്ങൾ ആവശ്യമുണ്ടോ അവിടെ മാത്രമേ KSUവിനെ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. എല്ലാത്തിടങ്ങളിൽ ഈ നിലയിൽ ഇത് ഉയർത്തുന്നു. എല്ലാത്തിടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്താ? രാജ്യത്ത് സംഘപരിവാർ ഉയർത്തുന്ന വർഗീയവാദം. അതിനെ ചൂണ്ടിക്കാണിച്ച് ഈ വർഗീയവാദത്തെ നേരിടാൻ, ഇത് ഭീകരമായ ഒരു സ്വത്വമാണ്, ഇത് ഭീകരമായ ഒരു വർഗീയവാദമാണ്, അതിനെ നേരിടാൻ ഇങ്ങനെയൊരു പോളറൈസേഷൻ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കേസുകാരൊക്കെ ജമാഅത്ത് ഇസ്ലാമി എപ്പോഴാണ് SFI അംഗീകരിച്ചിട്ടുള്ളത്? CPM രാഷ്ട്രീയത്തിന് CPM-ൻ്റെതായിട്ടുള്ള നിലപാടുണ്ട്. CPM രാഷ്ട്രീയത്തിന് അവരുടെ പരിപാടിയുണ്ട്, അവരുടെ ഭരണഘടനയുണ്ട്, അവരുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഒരു കാലഘട്ടത്തിലും CPM-ൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം എപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചിട്ടുള്ളത്? 1970 രൂപീകരിച്ച് 2025 ഞങ്ങൾ നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു ഉദാഹരണം പറയും. ഞങ്ങളൊരു ഘട്ടത്തിലും ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് ഐഡിയയോട് ഞങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടില്ല. ഇതാ രാഷ്ട്രീയ ഇസ്ലാം ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം അപകടകരമാണ്. മതരാഷ്ട്രവാദമല്ലേ അവർ ഉയർത്തുന്നത്? അതിനെ അംഗീകരിക്കാൻ MSF പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രശ്നമില്ല. കേരളത്തിലെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. RSSനെതിരെ കേസുണ്ടായിട്ടാ? ഞങ്ങൾ തിരിച്ച് അതേ ചോദ്യം ചോദിച്ചല്ലോ. RSSനെതിരെ കേസുണ്ടായിട്ടാ? ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നു. ആ ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്ന MSF പ്രസിഡന്റ് വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ അതെന്താ തെറ്റുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം ഞങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. സഞ്ജീവ് ഈ ജമാഅത്ത് ഇസ്ലാമി MSF ബന്ധം ആരോപിക്കുന്നു, എല്ലാം ശരിയാണ്. അപ്പോൾ ശശികലയാണ് അത് ആദ്യം ഏറ്റെടുക്കുന്നത്. സഞ്ജീവിന് പറയാനുള്ള ധൈര്യം വന്നല്ലോ. അതിന്റെ കൂടെ ABVP ഏറ്റെടുക്കുന്നു. ഇത് അവർക്ക് അവരുടെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു വടിയായിട്ട് സഞ്ജീവ് മാറുന്നുണ്ട് മറ്റൊരു തരത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ ഇതിനൊരു മറ്റൊരു പൊളിറ്റിക്സ് നിങ്ങൾ കാണണം. യഥാർത്ഥത്തിൽ ഈ മതനിരപേക്ഷ ക്യാമ്പസുകളെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കുന്ന നിലപാട് ഉയർത്തുന്ന MSF ആത്യന്തികമായി സഹായിക്കുന്നത് ആരെയാണ്? ഞാൻ നിങ്ങളോട് ഒരു തിരിച്ചു ചോദ്യം ചോദിക്കുക. ആത്യന്തികമായി സഹായിക്കുന്ന ആരെയാണ്? ഇപ്പുറത്തൊരു മതവർഗീയവാദ പോളറൈസേഷൻ നടത്തിയാൽ സ്വാഭാവികമായും മറ്റു വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കടന്നു വരുന്ന സംഘടനയുടെ പേരെന്താ? ആ സംഘത്തിന്റെ പേരെന്താ? അവരുയർത്തിയ വാദങ്ങൾ ശരിയാണ് തെറ്റാണ് എന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ നോക്കേണ്ടത് ഇവർ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ സഹായിക്കുന്നത് അവരെയാണ്. ആ ബന്ധത്തെ മുറിച്ചു കളയുക, ആ പ്രവർത്തനത്തെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനത്തിന്റെ ലക്ഷ്യം. ആ വിമർശനത്തെ ഗതിമാറ്റി കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടാവും. സംഘപരിവാറിന് ഞാൻ പറഞ്ഞല്ലോ, MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ പറഞ്ഞു. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ അല്ലേ? അല്ലെ, ജമാഅത്ത് ഇസ്ലാമിയുടെ കോയിൻ ചേഞ്ച് ചെയ്ത സാധനം അല്ലേ? അല്ല പിന്നെ ആരുടെയാ? അല്ല ആരുടെയാണ് നിങ്ങൾ പറയൂ. ഇത് ഓൺ ചെയ്തിട്ടുള്ള വേറെ ആരാ? നിങ്ങൾ കരുതണ്ട ഞങ്ങൾ ഇത് വെറുതെ ഇവിടെ വന്നിട്ട് വെറുതെ വായിത്തോന്ന് പറയുന്നതാണ്. ഇത് കോയിൻ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ
ഈ കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷ ചേരിയുടെ ഈ വിശാലമായിട്ടുള്ള അഭിപ്രായത്തെ അത് സ്വാധീനിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ആ വർഗ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ പ്രത്യേകിച്ച് സമരം നടത്തി അവർക്കിടയിൽ രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോകുന്ന വർഗ സമര താല്പര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിയിട്ടുള്ള ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചുള്ള വാക്കുകളാണ്. അത് ഉയർത്തിയിട്ടുള്ളത് ഈ ഇസ്ലാമിസ്റ്റുകളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇസ്ലാമാണ്. അതിനെ ഇന്ത്യയിലെ ജുഹിയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ ഇതിനെ ദുർബലപ്പെടുത്താൻ, ഇതിന് ഇന്ന മതത്തിന്റെ ചാപ്പ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്കെതിരെ ചാപ്പ അടിക്കുന്നുണ്ടല്ലോ. എന്തിനാ ചാപ്പ അടിച്ചത്? ഞാൻ സംഖ്യയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ സംഖ്യയാണോ? നിങ്ങൾ പറ. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഞാൻ സംഘപരിവാർ അനുകൂല നിലപാട്, ജീവൻ ആ നിമിഷം പോയി എന്ന് ഉറപ്പിക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ അതിന്മേലുള്ള രാഷ്ട്രീയം. അത്രമേലാണ് ഞങ്ങളുടെ എതിർപ്പ്. ജീവൻ കൊടുത്തും എതിർക്കും, ജീവൻ കൊടുത്തു എതിർക്കും. ആ ഞങ്ങളെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ? യഥാർത്ഥത്തിൽ അവർക്ക് എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിലൊരു കോൺട്രഡിക്ഷൻ അല്ലല്ലോ. ഇത് വിളിച്ചതാരാ? ഇത് വിളിച്ചത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ആളുകളുടെ അഭിപ്രായമാണിത് ആണോ? മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ആളുകളുടെ അഭിപ്രായമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെക്കുറിച്ച്? ബ്രാഹ്മണിക്കൽ ആണോ? ആരെയും പറഞ്ഞിട്ടുണ്ടോ? മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഏത് പാർട്ടിയാ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറയും. ഏത് അക്കാദമിക് ഗവേഷണം? നിങ്ങളെന്താ എന്നോട് പറയൂ. അക്കാദമിക് ഗവേഷണവുമായി ബന്ധപ്പെട്ട് അതേ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് കേരള മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. ഇതില് P. ജയരാജൻ രചിച്ചതാണ്. ഇതില് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് 234 അധ്യായത്തിൽ തുടങ്ങുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കേരളത്തിൽ ഈ നിലയിൽ കമ്മ്യൂണിസം, നിഷേധവും ദൈവനിസാരവും സോഷ്യലിസം തുടങ്ങിയ അനേകം പ്രഭാഷണങ്ങളും മറ്റു പ്രചാരണങ്ങളും നിരന്തരം നടത്തുകയുണ്ടായി. ഇതിനെതിരെ മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ അസാധ്യമാണെന്ന ഇന്നും തുടരുന്ന പ്രചരണം ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ സ്ഥാപന കാലം മുതൽക്ക് ആരംഭിച്ചതാണ്. ഇസ്ലാം ആൻഡ് സോഷ്യലിസം എന്ന കൃതിയിൽ ആരംഭിച്ചതാണ്. ഈ പറഞ്ഞിട്ടുള്ള അക്കാഡമിക് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുള്ളത് ഇതേ ആളുകളാണ്. ഇതിന് ഇഷ്ടം മാതിരി ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ 234 പേജ് തൊട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇസ്ലാമിന് കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല എന്ന് വാദം ഉയർത്തിയിട്ടുള്ള ആരാ? അതെന്തടിസ്ഥാനത്തിലാ? അങ്ങനെയുണ്ടോ? പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തിയിട്ടുള്ള ആ വിമർശനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? മതപരമായി അങ്ങനെ ഒരു നിലപാടുണ്ടോ? ഒരിക്കലുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ അട്ടിപ്പേരവകാശം പൂർണ്ണമായി ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇല്ലല്ലോ. മുസ്ലിം ജനവിഭാഗത്തിന്റെ അപ്പോൾ ആ മുസ്ലിം ജനവിഭാഗത്തിന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായാണോ മുസ്ലിം ലീഗ് ഇന്ന് പ്രവർത്തിക്കുന്നത്? 7 വൻപാപങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ് ചെയ്യുന്ന ആളുകൾ ആരാ? 7 വൻപാപങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മിറ്റ് ചെയ്യുന്ന ആരാ? ആ കൂട്ടത്തിൽപ്പെട്ടവരില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നിങ്ങൾ മതവിശ്വാസത്തെ ഉപയോഗിക്കും, ആവശ്യമില്ലാത്ത സമയത്തൊക്കെ നിങ്ങളത് ഉപേക്ഷിക്കും. എന്നിട്ട് ആ പാവപ്പെട്ട ജനതയെ മുൻനിർത്തി അവരുടെ വിശ്വാസങ്ങളെ ദുർബലപ്പെടുത്തി അതിനെ RSSനെ ചൂണ്ടിക്കാണിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തുറന്നു കാണിച്ച് ഞങ്ങൾ അഭിപ്രായം പെടുമ്പോൾ അപ്പുറത്ത് സംഘപരിവാർ അതേ ശരിയാണ്, അത് അഭിപ്രായം ശരിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാദവും തെറ്റാണ്. സംഘപരിവാർ ഉദ്ദേശിച്ച തരത്തിലല്ലോ ഞങ്ങൾ ആ വിമർശനം നടത്തിയത്. സംഘപരിവാറിന്റെ ഉദ്ദേശം എന്താ? സംഘപരിവാറിന്റെ ഉദ്ദേശം മുസ്ലിം ജനവിഭാഗം പൂർണ്ണമായും അങ്ങനെയാണെന്നാണ്. അല്ല, അങ്ങനെയല്ല. മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ളവരും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലായി മതനിരപേക്ഷ കാഴ്ചപ്പാടിന് വേണ്ടി പോരാടിയിട്ടുള്ളതുമായിട്ടുള്ള ജനവിഭാഗമാണവർ. ആ വിഭാഗമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ലെഗസി കൈകാര്യം ചെയ്യുന്നത്. ആ ലെഗസി ഉണ്ട് അവർക്ക്. അതിനെയൊക്കെ പൂർണ്ണമായി നിരാകരിക്കുന്ന മതരാഷ്ട്രവാദമാണ് RSS ഉയർത്തുന്നത്. ആ മതരാഷ്ട്രവാദത്തിന്റെ മറ്റൊരു ഭാഗമാണ് മൗദൂദി ഉയർത്തുന്നത്. എന്നാൽ മൗദൂദി RSSന്റെ മതരാഷ്ട്രവാദത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അതറിയോ നിങ്ങൾക്ക്? അതെന്തുകൊണ്ട് അംഗീകരിക്കുന്നത്? വെള്ളവും വളവുമായി പരസ്പരം മാറുന്നു. വെള്ളവും വളവുമായി പരസ്പരം മാറും. ഇതുണ്ടെങ്കിലേ അതുണ്ടാകൂ എന്നുള്ള നിലപാട് അവർ ഉയർത്തുന്നു. അതുകൊണ്ടാണ് ഇതുവരെയായി ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ പറഞ്ഞതല്ലേ പറയുന്നു, എപ്പോഴാണ് MSFനെതിരെ ശക്തമായി ABVP രംഗത്ത് വന്നിട്ടുള്ള? ഏഷ്യാനെറ്റ് ന്യൂസിന് അവരെല്ലാം എന്നോട് ചോദിച്ചതല്ലേ MSFനെതിരെ ശക്തമായിട്ട് ABVP പറഞ്ഞ് ഇപ്പം അടുത്ത് പറഞ്ഞ കമൻറ്റ് നിങ്ങൾ പറ. ഇപ്പം അടുത്ത് പറഞ്ഞൊരു കമൻറ്റ് നിങ്ങൾ എനിക്ക് കാണിച്ച. MSF ഇങ്ങനെ ചെയ്യുന്നു, MSF ഇങ്ങനെ ചെയ്യുന്നു എന്നവർ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് പറ. ഞങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് വന്നു? അതും നിങ്ങൾ കാണണം. ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൊരു അല്ല, ഇപ്പം അടുത്ത് അല്ല, അതേ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്.
ഈ ഞാൻ പറഞ്ഞ വാദത്തിന് മുന്നോടിയായി എപ്പോഴാണ് നേർക്ക് നേർ ഇവർ തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ ഉള്ളത്? എപ്പോ? അത് അവർ തമ്മിലുള്ള കോൺഫ്രണ്ടേഷൻ അല്ലല്ലോ, അല്ലേ? അല്ല, എല്ലാവരും ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്, ഈ പ്രത്യയശാസ്ത്രപരമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ മുകളിൽ നേർക്ക് നേർ നിന്ന് ABVP MSF ഈ പറഞ്ഞതുപോലെ നേർക്ക് നേർ കോൺഫ്രണ്ടേഷൻ, ഒരു അഭിപ്രായ കൈമാറ്റങ്ങൾ എപ്പോൾ ഉണ്ടായത്? ഇവർ ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. നോക്കി, ഇത് രണ്ടും ഒരേ സ്വഭാവത്തിൽ വളർന്നു വരുന്നത് ഇവർ രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയ്യോ, അവരോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് മുദ്രാവാക്യം, ഞങ്ങളെ ഓരത്ത് വന്ന് നിൽക്കുന്നവരോട്, അതെ വിഷയമെതിരാണ്. അപ്പൊ അത് ഉപയോഗിക്കുന്ന രീതിയാണ്. ഞങ്ങൾ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചാണ് ABVPക്കെതിരെ അന്ന് മുദ്രാവാക്യം വിളിച്ചത്. MSF നടത്തിയത് അതേ നിലയിലാണോ? ആ ചോദ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ചോദ്യത്തിന്റെ സാധൂകരണമാണ് ഞാൻ പറഞ്ഞത്. മൗദൂദിസ്റ്റ് ആശയങ്ങളോട് അവർ വഴിപ്പെടുന്നു. ജമാഅത്ത് ഇസ്ലാമി ഒരു പ്രശ്നക്കാരല്ല എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. എന്തുകൊണ്ട് അഭിപ്രായപ്പെടുന്നു? ജമാഅത്ത് ഇസ്ലാമി വർഗീയവാദികളാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങളൊന്ന് ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. MSF സംസ്ഥാന പ്രസിഡന്റ് ക്ലീൻ ചിറ്റ് കൊടുത്തു ജമാഅത്ത് ഇസ്ലാമിക്ക്. മതരാഷ്ട്രവാദം സങ്കല്പം വെക്കുന്ന ഒരു സംഘടനയ്ക്ക് എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കും? ഇത് ജെന്യൂനായ ചോദ്യമല്ലേ? അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ കാണേണ്ടത്? ഈ നിലയിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെ സെക്യുലർ ഫാബ്രിക്കിനെ പൊളിച്ചു കളയുകയാണ്. അത് പൊളിച്ചു കളയുന്ന MSF പൂർണ്ണമായും നേരിട്ടുമല്ലാതെയും സഹായിക്കുന്നത് ക്യാമ്പസിന്റെ പുറത്ത് നിൽക്കുന്ന ഈ ഭൂരിപക്ഷ വർഗീയവാദ സംഘടനകളെയാണ്. ആ MSFനെ അങ്ങനെ പ്രതികരിപ്പിക്കുന്നത് ഉള്ളിൽ നിന്ന് അവരെ പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, ഇന്റേണലി അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി ഇടപെടലുകളാണ്. അതിന് അദ്ദേഹം പറഞ്ഞ അക്കാദമിക് പഠനങ്ങൾ എന്ന് പറയുന്നതും ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകളാണ് ഇടതുപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ട്. അതെന്തിനാണ്? മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്താനാണ്. എനിക്കെതിരെ ആക്രമണം നടത്തുന്ന കാര്യം എന്താ? ആ മതനിരപേക്ഷ അഭിപ്രായത്തെ ശക്തിപ്പെടുത്താനുള്ള നമ്മുടെ ഇടപെടലിനെ ദുർബലപ്പെടുത്താനാണ്. ആ ദുർബലപ്പെടുത്തൽ തന്നെയാണ് ശശികലയിൽ നടത്തിയിട്ടുള്ളത്. അത് കാണാതിരിക്കാൻ കഴിയില്ല. രണ്ടുപേരുടെ ആവശ്യം ഒന്ന് തന്നെയാണ്. തീർച്ചയായും പരാതി നൽകിയത് അന്വേഷിക്കുക, നടപടികൾ തെറ്റാണ് ചെയ്തതെങ്കിൽ നടപടി എടുക്കുക, വേണ്ട നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അതിനെ ന്യായീകരിക്കാനൊന്നും SFI നിൽക്കുന്നില്ല. അത് ആ നിലയിൽ തന്നെ നടപടി എടുക്കുക. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്താണെന്ന് അന്വേഷിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുക. അങ്ങനെ ഞാൻ ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായി. 2017 തൊട്ട് MSFൽ വന്നിട്ടുള്ള ഈ അധികാര കൈമാറ്റം തൊട്ട് എങ്ങനെ MSFന് ഈ പറഞ്ഞ മതവിഭാഗത്തിനിടയിലെ വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ മതവർഗീയവാദ സങ്കല്പം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പരീക്ഷണം ഒരു നിരന്തരമായി നടത്തി. ആ അഭിപ്രായം ഞങ്ങൾ പല ഘട്ടങ്ങളിലായി, ഇപ്പോൾ ഞങ്ങളത് തുറന്ന് പൂർണ്ണമായും സജ്ജമായി അതിനെതിരെയുള്ള രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഏറ്റവും അവസാനം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഈ വർഗീയവാദ നിലപാട് അവർ പ്രചരിപ്പിക്കുകയാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. 2017 എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ MSFന്റെ അന്ന് വരെ ഉണ്ടായിരുന്ന സംസ്ഥാന ഭാരവാഹികളെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഒരാളെ MSF സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണ്. അതിനെ തുടർന്നാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതേ ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വരുന്നത്. ആ ഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ RSS 2014 വരെയാണ്. 2017 ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷ ചേരി വൻതോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. അന്ന് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ SFI വിജയിച്ചു. MSFന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും അന്നത്തെ മുഴുവൻ കമ്മിറ്റിയും പിരിച്ചുവിടുകയാണ് ഈ കാരണം മുൻനിർത്തിക്കൊണ്ട് അന്നത്തെ തങ്ങൾ. എന്നിട്ട് കുറച്ചുകൂടി എക്സ്ട്രീമായ നിലപാട് വിദ്യാർത്ഥികൾക്കിടയിൽ MSF എടുക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് അവരെത്തി. അതുവരെ ഒരു സെക്യുലർ മുഖങ്ങൾ ഉണ്ടായിരുന്ന MSF നേതൃത്വത്തിൽ നിന്നും മാറി ആ സെക്യുലർ മുഖത്തിൽ നിന്ന് പതിയെ അവരുടെ നിലപാട് മാറ്റുകയാണ് അവരുണ്ടായിട്ടുള്ളത്. ഇത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ
വിദ്യാർത്ഥികൾക്കിടയിൽ ഇവരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആശയപരം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവുക, ഇപ്പോൾ വിഭജന കാലം തൊട്ട് മുസ്ലിം ലീഗ് എടുത്ത നിലപാട് അവരുടെ രാഷ്ട്രീയം സ്വത്വവാദ രാഷ്ട്രീയമാണ്, മതരാഷ്ട്രവാദം. മതരാഷ്ട്രവാദം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. വർഗീയവാദ നിലപാടുണ്ടല്ലോ, മതരാഷ്ട്രവാദമില്ല. പക്ഷെ മതരാഷ്ട്രവാദമുള്ള ജമാഅത്ത് ഇസ്ലാമി ഇന്ന് എന്തല്ല, തെറ്റല്ല എന്ന നിലപാട് MSF സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. ആ ചോദ്യത്തിന് എന്താ ഉത്തരം? കോളേജുകൾ ഏതാണ് നിങ്ങൾ തന്നെ പറയൂ. നമ്മൾ കണ്ണൂരാണല്ലോ ഇരിക്കുന്നത്. അത്തരം ഏതാ കോളേജ്? MSFുമായി നീക്കുപോക്ക് നടത്താൻ പറ്റുന്ന ഒരു കോളേജിന്റെ പേര് നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതിന് ഉത്തരം പറയാം. MSFുമായി നീക്കുപോക്ക് നടത്താൻ പറ്റിയ ഏത് കോളേജാണ് കണ്ണൂർ ജില്ലയിലുള്ളത്? അങ്ങനെ MSFുമായി സഹകരിച്ച് അതിനെന്താ അടിസ്ഥാനം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ കണ്ണൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ MSF വർഗീയ സംഘടനയാണെന്ന് SFI പറയുമ്പോഴും മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് CPM നേതാക്കൾ പൂർണ്ണമായും പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അത് CPM നേതാക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നിരുന്നാലും അവർ ആ നിലയിൽ തന്നെ എങ്ങനെയാണ് ലീഗിനെ കാണുന്നത്? ലീഗിനെ മുൻനിർത്തിയിട്ടുള്ള CPMന്റെ അഭിപ്രായത്തെ രൂപീകരിക്കുന്നത് അതിലൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വേറെ തന്നെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ അവർ തെരഞ്ഞെടുപ്പ് മറ്റ് അവരിടപെടുന്ന സാമൂഹിക ചുറ്റുപാട് വളരെ വ്യത്യസ്തമാണ്. ക്യാമ്പസിൽ MSF ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഞങ്ങൾ വിവരിച്ചിട്ടുള്ളത്. ക്യാമ്പസിൽ MSF നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അതിന് ഒരു പക്ഷേ ഇവർ പിന്തുണയായി പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൽ തന്നെ കടന്നു വന്നിട്ടുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. എക്സ്ട്രീമിസ്റ്റായി ചിന്തിക്കുന്ന മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന, അതിനെ ഒരു PK ഗ്രൂപ്പ് മറ്റ് പല രൂപത്തിൽ അതിനെ പറയുന്നുണ്ട്. അത് ലീഗുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം അഭിപ്രായപ്പെടേണ്ടതാണ്. ആ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ലീഗ് ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് CPMന് കൃത്യമായ അഭിപ്രായമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ലീഗിനെ ഞാൻ പറയുന്നത് ലീഗിൻ്റെ ഉള്ളിൽ തന്നെ കടന്നു വന്നിട്ടുള്ള ഈ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവങ്ങൾക്ക് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ ഇന്നിപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ബന്ധത്തെ സാധൂകരിക്കുന്നുണ്ടല്ലോ. ആ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം പ്രതിഫലിച്ചിട്ടുള്ള സംഘടനയാണ് MSF. ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന, എവിടെ എത്തിച്ചേരും, അതിൻ്റെ തോത് എത്രത്തോളം വർദ്ധിക്കും എന്നത് ആദ്യം പ്രതിഫലിക്കുന്ന സംഘടനകളിലൊന്നാണ് MSF. കാരണം എന്താ, അത് നേരിട്ട് വിദ്യാർത്ഥികൾക്കിടയിലാണ്, ഏറ്റവും ചെറിയ ടീനേജേഴ്സിലാണ് ഇടപെടുന്നത്. ടീനേജേഴ്സിൽ ഇടപെടുന്നു, തെരഞ്ഞെടുപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയായി MSF മാറുന്നുണ്ട്. ആ MSFന്റെ നിലപാടിനെ തുറന്ന് വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ നിലപാടിനെ ആ നിലയിൽ തന്നെ കാണുന്നു. ലീഗുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം CPM ആ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ലീഗിന്റെ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ലീഗ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് നിലപാടെടുത്ത പാർട്ടി നേതാക്കളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പിന്നീട് ആ നിലപാട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വത്വവാദികളായിട്ടുണ്ട്. അതേ രീതിയിലേക്കുള്ള ഒരു വിമർശനമില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷമാണ് അത്തരമൊരു നിലപാടിലേക്ക് CPM നേതാക്കൾ പോലും എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ വേണ്ടി പറ്റാത്ത പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് CPM നേതാക്കൾ പോലും മാറുക. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് SFIയുടെ വിമർശനവും ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു തുടർച്ചയായി മാത്രമല്ല ഇത് കാണേണ്ടത്. പരമ്പരാഗതമായി ലീഗിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലിയും രീതിയും കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്നായി മാറി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മദ്രാസിൽ രൂപീകരിക്കപ്പെടുമ്പോൾ, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മദ്രാസിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ മതനിരപേക്ഷമായ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സംഘടന എന്ന നിലയിൽ, രാഷ്ട്രീയ സംഘടന എന്ന നിലയിലാണ്. എന്നാൽ പിന്നീട് അതിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ അവർ സ്വയം അവതരിപ്പിക്കുന്നത് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സാണ്, സമുദായ സംഘടനയാണ് എന്നുള്ള നിലയിലാണ്. മതനിരപേക്ഷ ബോധത്തിനോട് അത്രത്തോളം അടുത്ത് നിൽക്കാൻ അവരിന്ന് ആഗ്രഹിക്കുന്നില്ല. അത് പറയാൻ അവരിന്ന് മടിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം MSF സംസ്ഥാന പ്രസിഡന്റ് ഇത് പറഞ്ഞു. ഇത് കേവലം തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള മാറ്റം മാത്രമല്ല, അവരിന്ന് ഓരോ ജനവിഭാഗത്തിനിടയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സഹായകമാകുക സംഘപരിവാറിനാണെന്നും അത് നിലനിൽക്കുന്ന സംഘപരിവാർ വിരുദ്ധ സമരത്തിനെ അതിൻ്റെ ശക്തി ചോർത്തിക്കളയും എന്നുള്ളതും കൊണ്ടാണ് ആ വിമർശനത്തിലേക്ക് ഞങ്ങൾ ശക്തമായി കിടക്കുന്നതിൻ്റെ പ്രധാന കാരണം. ആ വിമർശനം ശക്തമാണ്. കാരണം അത് പൂർണ്ണമായാൽ അത് വലിയ അപകടത്തിലേക്കാണ് എത്തുക. അത് അവരുദ്ദേശിക്കുന്ന തലത്തിലേക്കും മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ MSF ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് വലിയ അപകടത്തിലേക്കാണ് കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് ആയിട്ടുള്ള ക്യാമ്പസുകളിൽ ചെന്നെത്തിക്കുക. അത് വലിയ അപകടമാണ്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടപെടുന്നത്. അത് നിങ്ങൾ ഈ പറഞ്ഞ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഒരു കാരണമായേക്കാം. എല്ലാം
അപഗ്രഥിക്കുക എന്നുള്ളൊരു വിഷയം ഉണ്ടല്ലോ, അതൊക്കെ ഒരു കാരണമായേക്കാം. പക്ഷേ ഇത് മുന്നിൽ നിൽക്കുന്നത് അവരുടെ നിലപാടും ഈ പറഞ്ഞതുപോലെ അവർ നിരന്തരമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ പറഞ്ഞ മതരാഷ്ട്ര സങ്കല്പവാദികളോടുള്ള അവരുടെ താതാത്മ്യപ്പെടലുമാണ്. മതപരമായ വിഭജനം ക്യാമ്പസുകൾ സ്കൂളുകളൊക്കെ നടത്തുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് എന്ത് ഇടപെടലാണ് SFI നടത്താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, വലിയ അപകടമാണത്. കാരണം വെച്ചാൽ ക്യാമ്പസിലെ ചെറിയ വിദ്യാർത്ഥികളോട്, കാരണം ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണ്. ഒരു ചെറിയ വിദ്യാർത്ഥിയോട്, 8ലും 9ലും പഠിക്കുന്ന വിദ്യാർത്ഥികളോട് മതപരമായി തന്നെ വർഗീയവാദം നേരിട്ട് ചെലവാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആസുരമായിട്ടുള്ള മതവർഗീയവാദം അപ്പുറത്ത് ചെലവാക്കുന്ന RSSനെയാണ്. എന്നാൽ RSSനെതിരെയുള്ള സമരത്തിൽ അവരില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ബോധ്യത്തെ ഇന്ന് ക്യാമ്പസിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് SFIയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. KSUവിനെ അവർ ദുർബലപ്പെടുത്തി കഴിഞ്ഞു, അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞു. അപ്പോൾ അതിനെ കൂടുതൽ ഉയർത്തിക്കെട്ടുന്നതിന് ആദ്യം വേണ്ടത് ഇവരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. ആ തുറന്നു കാണിക്കൽ പ്രക്രിയയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരും. അത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ തുറന്നു കാണിക്കണം, ഈ ഘട്ടത്തിൽ അവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അവരുടെ ഈ പ്രവർത്തനം, അവരിപ്പോൾ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനകൾ, അവരുടെ ക്യാമ്പസിൽ നടത്തുന്ന ഇടപെടലുകൾ, ആ നിലയിൽ അത് തുറന്നു കാണിക്കാനും തുടർച്ചയിൽ അതിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം തന്നെ രൂപീകരിച്ച് ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾക്കിടയിൽ മതനിരപേക്ഷ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മതനിരപേക്ഷ പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തണം. ഞാൻ വെല്ലുവിളിക്കുന്നു, എന്നെ കുറേ വെല്ലുവിളിച്ചു, ഒറ്റ വെല്ലുവിളിയേ ഉള്ളൂ. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദ സംഘടനയാണ്, ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിക്കളയണം എന്ന നിലപാട് പറയാൻ ഇദ്ദേഹം തയ്യാറുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായമൊന്നും SFIക്കില്ല. എന്ന് വെച്ചാൽ മതം വേറെ, മതവർഗീയവാദം വേറെ. ഇത് രണ്ടും അങ്ങനെ തന്നെ കാണാൻ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഇത് തന്നെയാണ് RSS ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഞങ്ങളെ കൊണ്ടുപോയി പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഭാഗം. കാരണം ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും അപകടം ചെന്ന് നിൽക്കുന്നത്. ഈ വിമർശനം നടത്തിയാൽ ആ മതവിഭാഗത്തിലെ എല്ലാ ജനങ്ങളെയും വിമർശിക്കുന്നു, അത് മതത്തെ ആകെയുള്ള വിമർശനമാണ് എന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെയല്ല. മദ്രസകൾ ഒരു വിദ്യാർത്ഥിക്ക് ഖുർആൻ പഠിക്കുന്നതിലോ അവരുടെ മതത്തെ ഉൾക്കൊള്ളുന്നതിലോ അല്ലെങ്കിൽ ആ മതം ഏതെങ്കിലും നിലത്തിൽ മറ്റേതെങ്കിലും മതത്തെ ഹനിക്കാൻ പറയുന്നതായോ ഒരു അഭിപ്രായം എനിക്കില്ല. കാരണം ലോകത്തെ കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. ഒരു മതത്തെയും ഹനിക്കാൻ പറയുന്നില്ല. കാരുണ്യവാനായ നബി പണ്ട് അറേബ്യൻ നാടുകളിൽ മറ്റേതോ മതസ്ഥയിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഖബർ കൊണ്ടുപോകുമ്പോൾ ആ ഖബറിനെ നോക്കി പ്രാർത്ഥിച്ച ആളാണ് നബി. അതിൽ മതമൊന്നുമില്ല, കാരുണ്യത്തിൻ്റെ മതമാണത്. ആ മതത്തെ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയാണ് എന്ന് മാത്രം. ആ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ തലത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ലാതെ ഈ മദ്രസയിലെ പഠനം അതൊന്നും ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. അതിലൊക്കെ അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതി പോകുന്നില്ല. കർണപടം അടിച്ചു അവിടത്തേക്ക് SFIയുടെ മാർച്ച് ഉണ്ടാവും. അവിടെ ശക്തമായ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി വരും. തീർച്ചയായും കർണപടമൊക്കെ അടിച്ചു പൊളിച്ച് അധ്യാപകരൊക്കെ ആ നിലയിൽ പെരുമാറുമ്പോൾ സ്വാഭാവികമായി ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ജാഗ്രതയിൽ വിദ്യാർത്ഥികളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അവരുടെ അച്ചടക്കത്തെ സൂചിപ്പിക്കാനാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ബീഭത്സമായ നിലയിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ പ്രതിഷേധം അതിനെതിരെ ഉണരും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ നേരത്തെ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് അടിച്ചു പൊളിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും നടപടി ഉണ്ടാവണമല്ലോ. കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു KSUക്കാരുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് തോന്നുന്നു. കേസ് നൽകിയിട്ടുണ്ട്. കേസിലെ മൊഴിയും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കേസ് നൽകിയിട്ടുണ്ട്. അന്നവിടെ ഞാൻ പൂർണ്ണമായും ഉണ്ടായിരുന്ന ഒരാളാണ്. വിദ്യാർത്ഥികളുടെ തല പൊട്ടിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപം കൂടി MSF സംസ്ഥാന പ്രസിഡന്റ് നടത്തി. തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന എൻ്റെ ആരോപണത്തെ വേണമെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ, എന്തിനും ഞാൻ തയ്യാർ. ആരോപണം നടത്തിയതാരാ? സംസ്ഥാന പ്രസിഡന്റ് അല്ലേ. അപ്പോൾ അത് തെളിയിക്കേണ്ടതാരാ? സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്തം. ഞങ്ങൾ അന്ന് തന്നെ ആ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ വീഡിയോ
ബാംഗ്ലൂരിൽ അയാൾ ടൂർ പോയതിൻ്റെ വീഡിയോ എല്ലാവർക്കും കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്തരം കള്ളത്തരങ്ങളാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും അതിൽ ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ള KSU നേതാക്കന്മാരുണ്ട്. വിദ്യാർത്ഥികളെ ആക്രമിച്ച് തലപൊട്ടിയിട്ടുണ്ട്. 3 വിദ്യാർത്ഥികൾ തലപൊട്ടിയിട്ടുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാവണം. അടിയന്തരമായി അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ അതെന്താണ് കണ്ടെത്തുന്നത് എന്നുള്ളത് ഞങ്ങളുടെ അറിവിലില്ല. നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഇങ്ങനെയാണ്, ഇവിടെയാണ്, പെട്രോൾ പമ്പിലുണ്ട്, ഇവിടെ ഉണ്ട് എന്നൊക്കെ അറിയുന്നത്. ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ പറഞ്ഞ പ്രകടനത്തിൽ ഉണ്ട്. അതിൻ്റെ അല്ല, അത് ഏതെങ്കിലും വിധത്തിൽ നമ്മളെന്തായാലും ആക്രമിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ആളുകളെ പേരൊന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആക്രമിച്ചവർ തന്നെയാണ്. അതെന്താണ് എന്നുള്ളത് പോലീസ് പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ കൊടുത്ത പരാതിന്മേൽ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ആ നിലയിൽ എന്താണെന്നുള്ളത് പോലീസ് പറയേണ്ട കാര്യമാണ്. ഞങ്ങളെ ആക്രമിച്ച ആളുകളെ സംബന്ധിച്ച് അടി കിട്ടിയ ആൾക്കറിയാലോ ആരാ അടിച്ചത്. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് വേറെ നിലപാടൊന്നുമില്ല. മറ്റൊരാള് ഈ പെട്രോൾ പമ്പിന് പെട്രോൾ അടിക്കുന്ന പറഞ്ഞ ആള് മയ്യിൽ സ്വദേശിയാണ്. 2 പാർട്ടി ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ കേസിൽപ്പെടുത്താൻ വേണ്ടി SFI ശ്രമിക്കുന്നതാണ് അവർ പറഞ്ഞത്. എന്താണ് ഈ ഇപ്പോൾ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ KSUവിൻ്റെ പ്രവർത്തകർ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു? അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ആർക്കെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കാൻ ഏതെങ്കിലും പ്രദേശത്ത് നിരോധനമുണ്ട്? അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ 2 പേരുമായി ബന്ധപ്പെട്ടും എനിക്ക് ഇവരുടെ മറ്റ് വിവരങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് ആരെ സംബന്ധിച്ചതാണെന്ന് മനസ്സിലാകുന്നില്ല. തീർച്ചയായും ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളത് ആ വിദ്യാർത്ഥികളെ ആക്രമിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരാണ്. ആ നിലയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിൽ എന്താണ് അവരുടെ ആരോപണങ്ങൾ എന്നുള്ളത് അവരെ അറിയിക്കട്ടെ. പോലീസ് അന്വേഷണം നടക്കുന്ന മുറക്ക് അത് തെളിയുമല്ലോ. അത് തെളിയുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. എന്നിരുന്നാലും ആക്രമിച്ചിട്ടുണ്ട്, തലപൊട്ടിയിട്ടുണ്ടല്ലോ, ചോര വന്നിട്ടുണ്ട്. ആ വേദനയും ആ അക്രമവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളന്ന് പറഞ്ഞു. അതും MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടു. വൻതോതിലുള്ള കണ്ണൂരിൽ വൻതോതിലുള്ള അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ. ഏറ്റുവാങ്ങേണ്ടി വന്നത് ബസ്സിൽ ആളെ കൊണ്ടുപോയി ഇറക്കി കള്ളവോട്ടും മറ്റെല്ലാം ചെയ്യാനുള്ള ശ്രമം നടത്തുകയും എല്ലാ വിധത്തിലുള്ള അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തത് MSF ആണ്. കണ്ണൂർ സർവകലാശാല ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കലാപഭൂമിയാക്കാൻ അവർ ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പം ആ നിലയിൽ ഒരു തെറ്റായ പ്രചരണത്തിനും അവർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഈ നിലയിലൊക്കെയുള്ള ഇത്തരം സംഘടനകളെയൊക്കെയുള്ള നേരിടാനുള്ള ഇടപെടൽ ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിട്ടുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചതാണ്. അന്ന് ഈ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി 2 പേര് വന്നു എന്ന് പറഞ്ഞ SFI പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പിന്നീട് ബസ്സിലേക്ക് പാഞ്ഞു കയറി. പക്ഷെ പോലീസ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ പോലീസ് അവർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്നുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല. പോലീസ് MSFനും KSUവിനും കൂട്ടിരിക്കുകയാണോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ അവിടെ അന്ന് ഉണ്ടായിരുന്ന ചിലവർ വളരെ അപക്വമായി പെരുമാറി. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു SFIയുടെ സ്ഥാനാർത്ഥിയെ പിടിച്ചു വെക്കുകയും അവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശന വസ്തുവാക്കുകയൊക്കെ ചെയ്തു. അവർക്കെതിരെ ഞങ്ങൾ പരാതിയുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായി ഉണ്ടായിട്ടുണ്ട്. പലരും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ UGCമാർ, കണ്ണൂർ സർവകലാശാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ UGCമാരാണ് ഈ വർഷം ഉണ്ടാകുക. അപ്പോൾ ബഹുഭൂരിപക്ഷം ഈ UGCമാരും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ രാജ്യം വിട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ വോട്ട് ചെയ്യാനെത്തുക എന്തിൻ്റെ പേരിലാണ്? ക്യാമ്പസിൽ നിന്ന് കിട്ടുന്ന ഒരു ID കാർഡിൻ്റെ പേരിലാണ്. ആ ID കാർഡ് എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൽ നല്ല പിടിപാടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാനേജ്മെൻ്റ് ആണെങ്കിൽ ആ UGCക്ക് വരെ നിങ്ങളുടെ ഫോട്ടോ വെച്ച് ഒരാൾക്ക് വരാം. ഇങ്ങനെയുള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിളിച്ചു ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു ഇന്ന വോട്ടുകൾക്ക് കള്ളവോട്ടുകൾ. അതിനിപ്പോൾ ഒരു വിദ്യാർത്ഥി, ഞാനിപ്പോൾ മൈസൂരിൽ പോയി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ടാഗുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ID കാർഡുമായിട്ട് ഒരാൾ വന്നു. അയാളാണ് ഓടി രക്ഷപ്പെട്ടത്. അയാളെ തടഞ്ഞപ്പോഴാണ് ഓടി രക്ഷപ്പെട്ടത്. മൈസൂരിൽ പോയ വിദ്യാർത്ഥിയുടെ ID കാർഡുമായിട്ട്. അത് ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞതാണ്. പോലീസ് പരിശോധിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഞങ്ങളന്ന് പരാതി കമ്മീഷണറോട് ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു. പോലീസ് ആ നിലയിൽ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് ആ കള്ളവോട്ട് ചെയ്തു എന്ന അഭിപ്രായം KK രാജേഷ് പറഞ്ഞപ്പോഴാണ് അതിനെയും വെല്ലുവിളിക്കുന്നതാണ്. ഇതൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ജാള്യതയിൽ നിന്നാണ് ഈ വെല്ലുവിളികളൊക്കെ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കുറച്ചും കൂടി കനമുള്ള
ആരോപണങ്ങൾ കൊണ്ടും കനമുള്ള രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ കൊണ്ടും SFIയെ നേരിടാൻ ഇനി മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയാൽ മതിയാകും എന്ന് MSFന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ KSUവിൻ്റെയും നേതാക്കന്മാരൊക്കെ അവർ പറയുന്നതൊക്കെ MSF എങ്കിലും കേൾക്കുമോ എന്നുള്ളത് പരിശോധിക്കുന്നത് ഇന്നത്തെ വർത്തമാനകാല കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നല്ലതാവും. കണ്ണൂരിലൊരു കാര്യം എടുത്ത് നോക്കിയാൽ എല്ലാ കോളേജുകളിലും MSF KSU ഒറ്റയ്ക്കാണ് കൊടുത്തത്. പ്രത്യേകിച്ച് MSFന് സ്വാധീനമുള്ള മുസ്ലിം മാനേജ്മെന്റ് കോളേജുകൾ സർസൈദ് എന്ന ഉദാഹരണം. പക്ഷേ വുമൻസ് കോളേജ് പോലെയുള്ള ആകെ ഒരു വുമൻസ് കോളേജിൽ മാത്രമാണ് തോന്നുന്നത് ഇവരും ഒരുമിച്ച് മത്സരിക്കുന്നത്. അതും ചെയർപേഴ്സൺ അവിടെ മാത്രമല്ല മാടായി കോളേജിൽ അവർ തമ്മിൽ രക്തരൂക്ഷിതമായ സംഘർഷമാണ്. KSU എന്തുകൊണ്ടായിരിക്കും സൈലന്റ് ആയിരിക്കും? ഇന്ന് അവർ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ അപജയമാണ്. എന്ന് വെച്ചാൽ മലബാറിലെ UDF എന്നാൽ മുസ്ലിം ലീഗ് എന്ന നിലയിലേക്ക് മാറി എന്ന് ആര് വിലയിരുത്തുന്നു? കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നു. അങ്ങനെയുള്ള അപജയത്തിലേക്ക് ആരെത്തിയിരിക്കുന്നു? അവരെത്തി നിൽക്കുന്നു. ആ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇവരോട് എന്ത് രാഷ്ട്രീയ വിധേയത്വം കാണിച്ചു കേവല അധികാരത്തിന് വേണ്ടി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരികെ എത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പോലും പണയം വെച്ചിരിക്കുകയാണ് ഇവരിന്ന് ചെയ്തിരിക്കുന്നത്. അതെ, അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ കാലിക്കറ്റിലും കണ്ണൂരിലൊക്കെ ഒന്നുമില്ലാത്തവരായി അനാഥരായി അവർ മാറിയത്. ആ അനാഥരെ രക്ഷിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളത് വരുന്ന വിദ്യാർത്ഥി സംഘടനാ തെരഞ്ഞെടുപ്പുകളിലും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും ഒക്കെ കാണേണ്ടതായി വരും. യെസ്, ഒന്നുമില്ലല്ലോ.